ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. യോऽന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭു നിർമ്മായ ചേതേതമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകസ്വലം കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ഈ ഗംഭീരമായിട്ടുള്ള സത്രവേദിയിൽ വരാൻ സാധിച്ചത് മഹാഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. അനവധി മഹാത്മാക്കൾ ഇരുന്ന് പ്രഭാഷണം ചെയ്ത സ്ഥലം, ഇനി എത്രയോ മഹാത്മാക്കൾ ഇരിക്കാൻ പോകുന്ന വേദി, അവിടെ എത്താൻ സാധിച്ചത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്, ഈശ്വര അനുഗ്രഹം കൊണ്ടാണ്, സജ്ജനങ്ങളുടെ അനുഗ്രഹം കൊണ്ടാണ്. അതിന് ആദ്യമായിട്ട് ഇതിന് ക്ഷണിച്ച സംഘാടകർക്ക് നമസ്കാരം പറയുകയാണ്. ഇവിടെ കുറച്ച് മുന്നേ തന്നെ ആമുഖം വിശദമായിട്ട് കേട്ടു. അതുകൊണ്ട് ഇനി കുറച്ച് നേരം അതും പറഞ്ഞ് സമയം കളയേണ്ട ആവശ്യമില്ല. വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ ബോധ്യമായി. എന്നാലും ഭാഗവതം ഭഗവതഃ ഇദം ഭാഗവതം എന്നാണ്. ഭഗവാന്റേത് എന്നർത്ഥം, ഭഗവത് സംബന്ധമായത് എന്നൊക്കെ അർത്ഥം പറയാം. ഈ സത്രത്തിന് പ്രത്യേകിച്ച് വേറൊരു വ്യത്യാസം എന്താ വെച്ചാൽ തത്വസമീക്ഷാ സത്രം എന്നാണ്. പേരിൽ തന്നെ ഉണ്ട്. വരുന്നവരൊക്കെ കണക്കാക്കുക, ഇവിടെ തത്വത്തിനാണ് പ്രാധാന്യം എന്ന് സൂചിപ്പിച്ചും കൊണ്ടാണ് പേരെന്നെ. വരുന്ന വഴിക്കും കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അവിടെ അവിടെയായിട്ട് സർവം ഖലു ഇദം ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. അതിൽ നിന്നും കാര്യം വ്യക്തമാവുന്നുണ്ട്. ഭാഗവത്തിൽ ഉടനീളം വിസ്തരിക്കുന്ന വിഷയവും ഇതുതന്നെയാണ്. സർവവേദാന്തസാരം യത് ബ്രഹ്മാത്മൈകത്വലക്ഷണം വസ്തു അദ്വിതീയം തന്നിഷ്ഠം കൈവല്യൈക പ്രയോജനം. സർവവേദാന്തസാരം വേറൊന്നുമല്ല, വിഷയം വേദാന്തസാരം തന്നെയാണ്, വേദാന്തം തന്നെയാണ്. പക്ഷേ അനവധി കഥകളിലൂടെയാണല്ലോ കാര്യം പറയണത്. ഇപ്പം ദാ കാബിലേയം, അതിൽ പറയണത് ഈ വിഷയം തന്നെയാണ്, വേദാന്തം തന്നെയാണ്. അത് കഴിഞ്ഞ അനവധി കഥകളുണ്ട്, അതിലൊക്കെ വേറെ വിഷയമാണോ? അല്ല, ഈ വിഷയം തന്നെയാണ്. ആവർത്തനമുണ്ട്. ചിലപ്പോൾ സംശയം തോന്നും, എന്തിനാ അത് ആവർത്തിക്കുന്നു, എത്ര ആവർത്തിച്ചു, എന്നിട്ട് നമുക്ക് മനസ്സിലാവുണ്ടോ? മനസ്സിലാവണില്ല, പറയണില്ല. ചിലർക്ക് ചിലത് കേൾക്കുമ്പോഴാവും മനസ്സിലാവുക. ഇപ്പം വരുന്ന വഴിക്ക് ബോർഡ് വെച്ചു, അവിടെയും വഴിയായിട്ട് പ്രജ്ഞാനം ബ്രഹ്മ, പിന്നെയോ സർവം ഖലു ഇദം ബ്രഹ്മ സർവം വിഷ്ണുമയം ജഗത്. ഇതൊക്കെ ഒന്ന് തന്നെയല്ലേ, പിന്നെ എന്തിനെ പലതാക്കി എഴുതി വെച്ചു? ഒക്കെ ഒരേ അർത്ഥമല്ലേ? സർവം വിഷ്ണുമയം ജഗത്, ജഗത്ത് മുഴുവൻ വിഷ്ണുമയമാണ്. സർവം ഖലു ഇദം ബ്രഹ്മ, ഇത് മുഴുവൻ ബ്രഹ്മാണ്. അതെന്തിനെ വേറെ വേറെ എഴുതി വെക്കണോ? ഒന്ന് പോരെ? ചിലർക്ക് ചിലത് കാണുമ്പോഴാവും കാര്യം പിടികിട്ടുക. ചിലർക്ക് ചിലത് കേൾക്കുമ്പോഴാവും ഒരു ക്ലിക്ക് ഉണ്ടാവുക, ചിലത് മനസ്സിലാവുക. അതുപോലെ ചിലർക്ക് ചില കഥകൾ കേൾക്കുമ്പോഴാവും കാര്യം മനസ്സിലാവുക. കാളിദാസൻ പറയും, ഭിന്ന രുചിർഹി ലോകാഹ. ലോകത്തുള്ള ജനങ്ങൾക്ക് പല പല രുചിക്കാരാണ്, അല്ലേ? എല്ലാവരും ഒരുപോലെയാണോ കാണാൻ? അല്ല. ഇനി കാണാൻ ഒരുപോലെയാണെങ്കിലും സ്വഭാവം ഒരുപോലെയാണോ? അല്ല. ഒരമ്മ പെറ്റ മക്കളൊക്കെ ഒരുപോലെയാണോ? ഏയ്. ഇരട്ടക്കുട്ടികൾ തന്നെ ഒരേ ഗ്രഹനിലയിൽ പിറന്നവർ തന്നെ ഒരേപോലെയാണോ? അല്ല, വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അനവധി കഥകളാണ്. ചില സ്വഭാവക്കാർക്ക് ചിലത്. ഇതാണ് ഉദ്ദേശം. ഏതെങ്കിലും ഒന്ന് മനസ്സിരുത്തി കേട്ടാൽ മതി, കാര്യം നേരെയായി. ഏതായാലും ഇവിടെ വിഷയം കാബിലേയം, വളരെ പ്രസിദ്ധമായിട്ടുള്ള വിഷയമാണ്. ഭാഗവതം തന്നെ മഹത്തായിട്ടുള്ള ഗ്രന്ഥമാണ്. ആ വിഷയം ആവണതുപോലെ പറയാനായിട്ട് ശ്രമിക്കുകയാണ്. ക്വചിത് അല്പപ്രഭയാമതി. കാളിദാസൻ തന്നെ പറയാണ്, എത്ര അല്പമായിട്ടുള്ളതാ ഈ ബുദ്ധി. വളരെ പരിമിതിയുണ്ട് ബുദ്ധിക്ക്, വേണ്ടത്ര പക്വതയില്ല, ഒക്കെ ശരി തന്നെയാണ്. എന്നാലും ഈ വിഷയം ആവണതുപോലെ പറയാനായിട്ട് ശ്രമിക്കുകയാണ്. അതിൽ വരുന്ന തെറ്റുകളൊക്കെ സജ്ജനങ്ങൾ ക്ഷമിക്കുക.
കഥാരൂപത്തിൽ ആരംഭിക്കുകയാണ്. കർദമ പ്രജാപതിയുടെ പുത്രനായിരിക്കുന്ന കപിലൻ. ഈ കർദമ പ്രജാപതി ബ്രഹ്മദേവന്റെ പുത്രനാണ്. അദ്ദേഹം വിവാഹം കഴിച്ചു സ്വയംഭൂ മനുവിൻ്റെ കുട്ടിയെ ദേവഹൂതി. വിവാഹം കഴിച്ചു, കുറച്ച് പെൺകുട്ടികളൊക്കെ ഉണ്ടായി. പിന്നെതാ ഭഗവാൻ തന്നെ കപിലനായിട്ട് അവതരിച്ചു. ഈ ദേവഹൂതി ആവട്ടെ കർദമ പ്രജാപതിയുടെ കൂടെ കഴിഞ്ഞു. വലിയ യോഗ്യനാണ് കർദമ പ്രജാപതി. പേരിൽ തന്നെ ദമം, കർദമൻ എന്നാണ് പേര്. ദമം ശീലിച്ചവൻ, ഇന്ദ്രിയ നിഗ്രഹം ഉള്ളവൻ എന്നൊക്കെ അർത്ഥം. അങ്ങനെയുള്ള കർദമ പ്രജാപതിയുടെ കൂടെ കൂടിയിട്ടും ദേവഹൂതി വേണ്ടതൊന്നും ചോദിച്ചില്ല. കുറേ ഭോഗങ്ങൾ അനുഭവിച്ചു, അവിടെയും ഇവിടെയും പോയി എന്നല്ലാതെ കാര്യങ്ങൾ വേണ്ടത് ചോദിച്ചില്ല. കുറച്ചു കാലം കഴിഞ്ഞു. ഇപ്പതാ അച്ഛനായിരിക്കുന്ന ദേവഹൂതിയുടെ ഭർത്താവായിരിക്കുന്ന കർദമ പ്രജാപതി മകനായിട്ടുള്ള കപിലവാസുദേവരടുത്ത് ചെന്ന് ഉപദേശങ്ങളൊക്കെ വാങ്ങി, ലേശം കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി തൊഴുതു നമസ്കരിച്ച് ഞാനിതാ കാട്ടിൽ പോവുകയാണെന്നും പറഞ്ഞയക്കും ചെയ്തു. അമ്മയുടെ കാര്യം അച്ഛനോർത്ത് പേടിക്കേണ്ട, അമ്മയ്ക്കുള്ള ആധ്യാത്മിക വിദ്യ ഞാൻ പറഞ്ഞു കൊടുത്തോളാം എന്നും പറഞ്ഞ് അച്ഛനെ യാത്ര അയച്ചു. അങ്ങനെതാ അച്ഛൻ പോയി. ഇപ്പം വലിയ കൊട്ടാരം, കേമായിട്ടുള്ള കൊട്ടാര, കഥകളിലേക്കൊന്നും പ്രവേശിക്കണില്ല. ആ വലിയ കൊട്ടാരത്തിൽ ഈ അമ്മയും ഉണ്ട്, മകനും ഉണ്ട്. നമ്മുടെയൊക്കെ നാട്ടിലുള്ള പോലെ തന്നെ വലിയ ബംഗ്ലാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. പ്രായമായിട്ടുള്ള മുത്തശ്ശനും മുത്തശ്ശിയും, മക്കളൊക്കെ ലണ്ടനിലും അവിടെ ഇവിടേക്കിയിരിക്കും. അങ്ങനെ ഇരിക്കുന്ന അവിടെ അവരെന്താ ചിന്തിക്കുക? ഓരോ മനോരാജ്യം വിചാരിച്ചിരിക്കും. ആയ കാലത്ത് വലിയ എളുപ്പമായിരുന്നു, ഇപ്പോഴും നോക്കൂ ആരും ശ്രദ്ധിക്കുന്നുമില്ല, ഒന്നുമില്ല. അങ്ങനെ മനോരാജ്യം വിചാരിച്ചിരിക്കാറാ പതിവ്. അതേപോലെ വിചാരം ഇവർക്കുണ്ട്. പക്ഷേ മനോരാജ്യമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല. ഇവിടെ ദേവഹൂതി വിചാരിക്കുന്നത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. എൻ്റെ അവസ്ഥ നോക്കൂ, കഷ്ടായി. അച്ഛൻ സ്വയംഭൂ മനു, വലിയ കേമന. ഈ സ്വയംഭൂ മനുവാണ് ഭൃഗുവാദി മഹർഷീശ്വരന്മാർക്ക് പോലും ധർമ്മം ഉപദേശിച്ചു കൊടുത്തത്. മനുസ്മൃതിയൊക്കെ അദ്ദേഹം എഴുതിയതെന്നാണ് പറയുക. അങ്ങനെ കേമനായിട്ടുള്ള അച്ഛനെ കിട്ടി. എന്നിട്ട് ഈ ഉപദേശം ചോദിച്ചോ? ഇല്ല. കേമനായിട്ടുള്ള യോഗ്യനായിട്ടുള്ള ഭർത്താവിനെ കിട്ടി, എന്നിട്ട് ചോദിച്ചോ? അതുമില്ല. കഷ്ടായിപ്പോയി എന്ന് വിചാരിച്ച് ദുഃഖിച്ചും കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ ദേവഹൂതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ പുത്രനായിട്ടുള്ള കപിലൻ്റെ അടുത്ത് പലരും ചെല്ലുന്നുണ്ട്. വിഷമിച്ചും കൊണ്ടാണ് പോണത്, കരഞ്ഞും കൊണ്ട് അങ്ങനെ പോകുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ചിരിച്ചങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഒരു അത്ഭുതം. കരഞ്ഞുകൊണ്ടിരിക്കുന്നവരെ ചിരിപ്പിക്കുന്ന എന്തോ ഒരു ഔഷധം തൻ്റെ മകൻ്റെ അടുത്തുണ്ട്. എന്നാൽ ആദ്യം വേണ്ടത് ആർക്കാ? എനിക്കല്ലേ. അത് പോയി ചോദിക്കുക. നല്ല ദുഃഖം അനുഭവിക്കുന്നുണ്ട്. കാരണം വിഷയങ്ങളുടെ പിന്നാലെ പോവുക ഉണ്ടായത് ഇതുവരെയും. വിഷയത്തിൻ്റെ പിന്നാലെ പോയാൽ ദുഃഖം അനുഭവിക്കും തീർച്ചയാണ്. എന്നല്ലെങ്കിൽ നാളെ വേണ്ടില്ലായിരുന്നു എന്ന് തോന്നും. അങ്ങനെ വിഷമിച്ചും കൊണ്ടിരിക്കുന്ന ദേവഹൂതി മകനായിരിക്കുന്ന കപിലവാസുദേവരടുത്തേക്ക് പുറപ്പെട്ട് ചെല്ലുകയാണ്. അവിടെ കാണുന്ന കാഴ്ച തമാസീനമകർമാണം തത്വമാർഗാഗ്രദർശനം സുസുതം ദേവഹൂത്യാഹ ധാതു സംസ്മരതീവച. അച്ഛനായിട്ടുള്ള കർദമ പ്രജാപതിക്ക് ജപം, ഹോമം, ഉപാസന ഒക്കെ ഉണ്ട്. എന്നാൽ ഈ മകന് വല്ലതുണ്ടോ? ഭഗവാൻ തന്നെയാണ്. അദ്ദേഹത്തിന് എന്ത് കർമ്മമുള്ളത്? തമാസീനം അകർമാണം തത്വമാർഗാഗ്രദർശനം. ഒരു കർമ്മവും ചെയ്യണില്ല, അങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്താ കാരണം വെച്ചാൽ തത്വമാർഗാഗ്രദർശനം. തത്വജ്ഞാനത്തിൻ്റെ കൊടുമുടിയിലിരിക്കുന്ന ആളാണ് ആര്? ഈ കപിലർ. അയാൾക്ക് ചെയ്യേണ്ടതായിട്ട് എന്താ ഉള്ളത്? ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുകയാണ്. ജപവുമില്ല, ഹോമവുമില്ല, ഒന്നുമില്ല. ശാന്തനായിട്ട് സാ കാഷ്ഠാ സാ പരാഗതി, ആ ഗതിയിലിരിക്കുകയാണ്. തുരീയാവസ്ഥയിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. പണ്ട് കാക്കശ്ശേരി പട്ടരിപ്പാടിനോട് ഒരാൾ ചോദിച്ചു, അല്ല പട്ടരിപ്പാടെ, അദ്ദേഹം ഈ വേദാന്തമൊക്കെ പഠിച്ച് ഉപാസനയൊന്നുമില്ല, ജപമൊന്നും ഇല്ലാണ്ടിരിക്കുന്ന ആളാ. അപ്പം ചോദിച്ചു, അങ്ങെന്താ അങ്ങനെ ഇരിക്കണോ? സന്ധ്യാവന്ദനം ചെയ്യരുതേ, ബ്രാഹ്മണനല്ലേ? രാവിലെ ആയാൽ സൂര്യൻ ഉദിക്കുമ്പം സന്ധ്യയെ ഉപാസിക്കുക, അസ്തമയ സമയത്ത് ഉപാസിക്കുക, ഇങ്ങനെ ഒരു ചടങ്ങുണ്ട്, അത് ചെയ്തുകൂടെ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് സൂര്യൻ അസ്തമിക്കണമില്ല, ഉദിക്കണമില്ല. ചോദിച്ചു, അതെന്താ? ഹൃദാകാശേ ചിദാദിത്യ സദാ ഭാസതി. ഹൃദയമാകുന്ന ആകാശത്തിൽ ചൈതന്യമാകുന്ന സൂര്യൻ എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുക. ഉദയാസ്തമയോ നസ്തഹ കഥം സന്ധ്യാമുപാസ്മഹേ. എനിക്ക് ഉദയവും ഇല്ല, അസ്തമയവും ഇല്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് സന്ധ്യയെ ഉപാസിക്കുക?
അപ്പം വേറൊരാൾ ചോദിച്ചു, വേറെ നമ്പൂരി ചോദിച്ചു, എന്നാൽ പിന്നെ ശാന്തിക്ക് പോയിക്കൂടെ, അമ്പലത്തിൽ പൂജ കഴിച്ചൂടെ, സന്ധ്യാവന്തനം ഇല്ലെങ്കിൽ പോട്ടെ. അദ്ദേഹം പറഞ്ഞു, അമ്പലത്തിൽ കയറാൻ വയ്യ, പെലുണ്ട്. പെലയോ? ആ മരിച്ച ബലിയുണ്ട്, പെറ്റ ബലിയുണ്ട് പറഞ്ഞു. ചോദിച്ചു, ഏതാ ഈ മരിച്ചത്, ആരാ മരിച്ചത്? പറഞ്ഞു, എൻ്റെ അമ്മ മരിച്ചു. അയ്യോ, അറിഞ്ഞില്ലല്ലോ. പറഞ്ഞു, മൃതാ മോഹമയീ മാതാ, അജ്ഞാനമാകുന്ന എൻ്റെ അമ്മ മരിച്ചു, മരിച്ച ബലുണ്ട്. പിന്നെയോ, എനിക്കൊരു ഉണ്ണിണ്ടായി. അതെപ്പോഴേ? ജാതോ ബോധമയോ സുതാ, ബോധമാകുന്ന ജ്ഞാനമാകുന്ന ഒരു ഉണ്ണി ഉണ്ടാവുകയും ചെയ്തു. അപ്പം പെറ്റ ബലിയുണ്ട്, മരിച്ച ബലിയുണ്ട്. ഇങ്ങനെ വെറുതെ ഇരിക്കും. ഇതാണ് അവസ്ഥ. ഏകദേശം അതുപോലെയൊക്കെ തന്നെ കപിലരുടെ അവസ്ഥയും. ശ്രീശുക ബ്രഹ്മർഷിക്ക് കപിലൻ്റെ കഥ പറയാൻ വലിയ ഉത്സാഹ. ഏകദേശം രണ്ടുപേരും ഒരേപോലെയാണ്. 10-16 വയസ്സ്, ചെറുപ്പക്കാരാണ്. ഈ വിഷയങ്ങളോടൊക്കെ താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പറയാൻ നല്ല ഉത്സാഹമാണ്. വിസ്തരിച്ച് പറഞ്ഞു തുടങ്ങി. അങ്ങനെയുള്ള കപിലവാസുദേവരടുത്തേക്ക് ഈ ദേവഹൂതി കടന്നു വരികയാണ്. അവിടെത്തി തൊഴുതങ്ങോട്ട് നമസ്കരിക്കുകയാണ്. വരുമ്പോൾ തന്നെ പറയണ കാര്യം എന്താ? നിർവിണ്ണാം നിതരാം ഭൂമൻ അസതിന്ദ്രിയ തർഷണാത് യേന സംഭാവ്യമാനേന പ്രപന്നാന്തം തമപ്രഭോ. മടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാ ചെല്ലണത്. നമുക്കൊക്കെ മടുത്തുവോ? ഇത്ര കാലമായി വിഷയങ്ങൾ അനുഭവിക്കുന്നു, മടുക്കുന്നുണ്ടോ? പരീക്ഷത്തിന് മടുത്തു. നേരത്തെ കണ്ടല്ലോ, ആചാര്യം പറഞ്ഞു പ്രായോപവേശത്തിന് ഒരുങ്ങി. നമ്മൾ ഒരുങ്ങണുണ്ടോ? എത്ര കാലമായി ഉണ്ണണു, വേണ്ട വയ്ക്കണുണ്ടോ? നാളെ മരിക്കുന്നു കണ്ടാലോ, വേണ്ട വയ്ക്കുകയോ? ഇന്ന് 2 പറ അധികം ഉണ്ണു, നാളെ തരാവില്ലല്ലോ. അങ്ങനെയാണ്. പക്ഷെ പരീക്ഷത്ത് അങ്ങനെയല്ല. 7-ാം ദിവസം മരിക്കുന്നു കണ്ടപ്പം അപ്പം കണ്ട് ഒഴിവാക്കി. ഇനി ഞാൻ വേണ്ട, എന്നെ ചതിച്ചത് വിശപ്പും ദാഹുവാണ്, എന്നാൽ ഞാൻ അതിന് ജയിക്കാൻ നോക്കട്ടെ. വെള്ളം കുടിക്കൂല, ഭക്ഷണം കഴിക്കൂല. അങ്ങനെ ഗംഗാദ്വാരത്ത് പോയിരുന്നു. ഇതാണ് യോഗ്യന്മാർ ചെയ്യുക. നമ്മളോ നാളെ തരാവില്ലെങ്കിൽ ഇന്ന് മാക്സിമം കണ്ട്. പക്ഷേ ഇവിടെ ദേവഹൂതിക്ക് അത് മടുത്തു. കുറേ ഭോഗങ്ങൾ അനുഭവിച്ചു. ഇവിടെ പറയാണ്, ഞാനിപ്പോൾ എവിടെ എത്തി? അസത്തുക്കളാകുന്ന ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ പോയി നല്ലൊരു പടുകുഴിയിൽ ചെന്നു വീണു. പ്രപന്ന അന്ധം തമപ്രഭോ. അവിടെ നിന്ന് രക്ഷിക്കണേ പ്രഭോ എന്നാ വിളിക്കണത്. പ്രഭു പറഞ്ഞാൽ സമ്പന്നൻ എന്നർത്ഥം. എന്ത് സമ്പത്ത്? പണമുള്ളവനാണോ? ജ്ഞാനസമ്പന്നൻ. ഇവിടെ ജ്ഞാനം കൊണ്ട് മാത്രമേ ശാന്തി ലഭിക്കുള്ളൂ. പണം ഉണ്ടായതുകൊണ്ട് കിട്ടുമോ? ഇല്ല. തത്വജ്ഞാനം കൊണ്ട് മാത്രമേ ശ്രേയസ് ഉണ്ടാവുള്ളൂ, ആനന്ദം ഉണ്ടാവുള്ളൂ എന്ന് കാണിക്കുകയാണ്. അതുകൊണ്ട് ജ്ഞാനം ആർജിക്കണം. ആ ജ്ഞാനം എനിക്കായിട്ട് പറഞ്ഞു തരണേ. പ്രപന്നാന്തം തമപ്രഭോ എന്ന് പറഞ്ഞ് തൊഴുത് നമസ്കരിക്കുകയാണ്. ഈ കാപിലയത്തിൽ കുറേ പ്രത്യേകതകളുണ്ട് ഈ അവതാരത്തിന്. അച്ഛൻ മകനെ നമസ്കരിക്കുക, അതൊരു മോശമല്ലേ? അങ്ങനെ പതിവുണ്ടോ? മക്കൾ അച്ഛനെ നമസ്കരിക്കാറുണ്ട് ഉള്ളത് തന്നെ. പക്ഷേ അച്ഛന് മകനെ നമസ്കരിക്കുക ഇല്ല. അതിവിടെ ഉണ്ട്. കർദമ പ്രജാപതി മകനായിരിക്കുന്ന കപിലരെ തൊഴുതു നമസ്കരിച്ചു. എന്നാൽ മകൻ പറയണ്ടേ, അച്ഛൻ നമസ്കരിക്കല്ലോ എന്ന് പറയണ്ടേ? അങ്ങനെയാണ് സാധാരണ മക്കൾ പറയാറ്. എന്നാൽ ഈ മകൻ പറഞ്ഞു, അതുമില്ല, അനുഗ്രഹിച്ചു അച്ഛനെ, നേരെ ഈ വരൂട്ടോ. അതും ഒരു അത്ഭുത. അത് പോട്ടെ, അത് വിടാ. അമ്മ നമസ്കരിക്കുക പാടില്ലാത്തതാ. സ്മൃതിക്ക് വിരുദ്ധാണ് അമ്മ നമസ്കരിക്കുക പറഞ്ഞാൽ. അച്ഛനേക്കാളും 100 ഇരട്ടി ഗുണം അമ്മയ്ക്കുണ്ട്. ആ അമ്മ ഇവിടെതാ മകനെ നമസ്കരിക്കുക. എന്നാ മകൻ പറഞ്ഞു വേണ്ടാന്ന്. അദ്ദേഹത്തിന് എന്തെന്ത് നമസ്കാരം, എന്ത് തിരസ്കാരം, അങ്ങനെ ഇരിക്കുക. അമ്മ നമസ്കരിച്ചു, ഒന്നും വേണ്ടിയില്ല. നമാമി സദ്ധർമ്മവിദാം വരിഷ്ഠം. തൊഴുതങ്ങോട്ട് നമസ്കരിച്ചു. വയ്യാണ്ടിയായി, എനിക്ക് വേണ്ടതായിട്ടുള്ള ജ്ഞാനം ഉപദേശിച്ചു തരണേ പറഞ്ഞു. ഇത് കേട്ട കപിലവാസുദേവര് പറയാനായിട്ട് തുടങ്ങി. ചിലപ്പോൾ നമുക്ക് സംശയം തോന്നും, ഇദ്ദേഹത്തിന് ഇത് ആദ്യം പറഞ്ഞു കൊടുത്തൂടെ അമ്മയ്ക്ക്? കുറച്ച് കാലമായി, ഇപ്പം അങ്ങോട്ട് ഉണ്ടായതല്ല. പക്ഷെ അമ്മ ചോദിക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുക. ചോദിക്കാണ്ട പറയരുത്. നമുക്ക് നിശ്ചയുണ്ട്, 4 ആൾ കൂടുന്നിടത്ത് പോയി പറയാ. ചോദിച്ച് പറയണമെന്ന് പറഞ്ഞാൽ മാത്രമേ പറയാവൂ. പ്രത്യേകിച്ച് ആധ്യാത്മിക വിദ്യ അതങ്ങനെ 4 കവലെ പോയി വാരി വിതറേണ്ട ഒന്നല്ല. പിന്നെയോ അത് ചോദിക്കണം, ചോദിച്ചാലേ പറയാവൂ. അതാണ് അതിൻ്റെ നിയമം. അതുകൊണ്ട് തന്നെ അമ്മ ചോദിക്കട്ടെ എന്ന് കരുതി നിൽക്കുക. ഇപ്പം അമ്മ ചോദിച്ചു. അമ്മയ്ക്കായിട്ട് പറയാനായിട്ട് ഒരുങ്ങി. പ്രത്യേകിച്ച് പറയും ചെയ്യും, ഇത് സഹൃദയന്മാർക്ക് മാത്രമേ ദഹിക്കൂ. സരസ്വത്യാസ്തത്വം കവി സഹൃദയാഖ്യം വിജയതേ. ഈ സരസ്വതിയുടെ തത്വം ജ്ഞാനമൊക്കെ സഹൃദയന്മാർക്ക് രസിക്കുള്ളൂ, രസികന്മാർക്ക് രസിക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് തുടക്കം. വിപദ ഭാഗവതം രസമാലയം രസികാഹ
ഭുവി ഭാവുകാഹ രസികാഹ. രസികന്മാരെ വന്നു ആസ്വദിക്കൂ, അരസികന്മാരോ വരണ്ട. അതാണ് ഭാഗവതൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ അമ്മയ്ക്കിത് കേൾക്കാനുള്ള പക്വത വരട്ടെ എന്ന് കരുതിയിരുന്നതാ. പക്വത വന്നു, ഇനി കൊടുക്കാം. ആചാര്യസ്വാമികൾ പറയും, ആർക്കാണ് ഈ പ്രൗഢാനുഭൂതി കൊടുക്കേണ്ടത്? ആധ്യാത്മിക വിദ്യ കൊടുക്കേണ്ടത് ആർക്കാ? സ്വാരസ്യൈക സുചാരുബോധ മനസേ, സ്വാരസ്യൈക സുബോധചാരു മനസേ പ്രൗഢാനുഭൂതിച്യുതം ദാതവ്യ. പറയാണ്, ദാതവ്യ കൊടുക്കണം. ആർക്ക്? സ്വാരസ്യൈക സുബോധ ചാരു മനസേ, നല്ല മനസ്സുള്ളവർക്ക്, നല്ല വിനയമുള്ളവർക്ക്, നല്ല ഭക്തിയുള്ളവർക്ക്, അവർക്കായിട്ട് പ്രൗഢാനുഭൂതിച്യുതം ദാതവ്യ. പ്രൗഢാനുഭൂതി കൊടുക്കണം. അല്ലാതെ നതു മോഹദുഃഖ കുതികേ ദുഷ്ടാന്തരംഗായ ച. അല്ലാതെ ഈ ലൗകികമായിട്ടുള്ള വിഷയങ്ങളുടെ പിന്നാലെ പോയി മോഹിച്ച് ദുഃഖിച്ച് മനസ്സൊക്കെ കളങ്കായിട്ടിരിക്കണ അഹങ്കാരികൾക്ക്, ഭക്തന്മാർക്ക് കൊടുക്കരുതേ. കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയാവും. യേയം രമ്യപദർപ്പിതോത്തമശിരപ്രാപ്ത ചകാസ്മി സ്വയം. നല്ലൊരു കേതകിപ്പൂവ്, കൈതപ്പൂവ് നല്ലൊരു മുടിയിൽ വെച്ച് കഴിഞ്ഞാൽ ആ മുടിക്കും ഭംഗി, പൂവിനും ഭംഗി. നേരെ മറിച്ച് ഈ കൈതപ്പൂവ് സേയം മർക്കടഹസ്തദേശപതിത, ഇതൊരു കുരങ്ങൻ്റെ കൈ കിട്ടിയാലോ കിം രാജതേ കേതകി. ആ പൂവ് നശിപ്പിക്കും, കുരങ്ങനെ നശിക്കും. ഇതാണ് ഉണ്ടാവുക. അതുകൊണ്ട് കൊടുക്കണത് പാത്രമറിഞ്ഞു വേണം, ആളെ നോക്കി വേണം കൊടുക്കുക. ഇവിടെ അമ്മ വന്ന് ചോദിച്ചു, അമ്മയ്ക്കിനി ഇത് കൊടുത്താൽ പ്രാപ്തി ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി ആ മകനായിരിക്കുന്ന ഭഗവാൻ കപിലൻ ഉപദേശം ആരംഭിച്ചു. തത്വപ്രഖ്യാപനം തന്നെയാണ് ഈ അവതാരത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് അമ്മയ്ക്കായിട്ട് ഉപദേശം ആരംഭിക്കുകയാണ്. വിഷയം പറഞ്ഞു, അമ്മേ ഇവിടെ യോഗ ആധ്യാത്മിക പുംസാം മതോ നിശ്രയസായമേ. ഇവിടെ ഈ സുഖവും ദുഃഖവും ഒക്കെ പറഞ്ഞാൽ ആപേക്ഷിക എന്നാണ് അദ്ദേഹത്തിൻ്റെ മതം. അങ്ങനെയാ. അമ്മ പറയണു ദുഃഖമുണ്ട് എന്നല്ലേ. ഈ ദുഃഖം എന്ന് പറഞ്ഞാൽ എന്താ അമ്മേ? ഇതൊക്കെ ഉള്ളതാണോ? സുഖം എന്ന് പറയുന്നുണ്ട്, ദുഃഖം എന്ന് പറയുന്നുണ്ട്. വാസ്തവം പറഞ്ഞാൽ രണ്ടും ഇല്ലാത്തതാ. ചിലപ്പം കേൾക്കുമ്പോൾ നമുക്കൊരു പ്രശ്നം തോന്നും. എന്നാലും ആലോചിച്ച് നോക്കൂ, എന്താ ഈ സുഖം എന്ന് പറഞ്ഞാൽ, എന്താ ഈ ദുഃഖം എന്ന് പറഞ്ഞാൽ? രണ്ടും മനസ്സ് കൽപ്പിക്കുകയാണ്. വാസ്തവത്തിൽ സുഖവും ഇല്ല, ദുഃഖവും ഇല്ല. അതുകൊണ്ട് എന്ത് വേണം വെച്ചാൽ ഇത് രണ്ടും മനസ്സിലാക്കി സുഖവും ദുഃഖവും ഇല്ലാത്ത അവസ്ഥയിലെത്തണം. അതിനാണ് യോഗം എന്ന് പറയുക. സിദ്ധ്യസിദ്ധ്യോ സമോഭൂത്വാ സമത്വം യോഗ ഉച്യതേ. സിദ്ധിയും അസിദ്ധിയും രണ്ടുമില്ല, അതിൽ രണ്ടും സമമായിട്ട് കണക്കാക്കുക. നമ്മളൊരാൾ പുച്ഛിച്ചു, വിഷമിക്കണ്ട. ഒരാൾ ഉയർത്തി പറഞ്ഞു, കേമനാന്ന് പറഞ്ഞു, അപ്പോൾ ഉയരാനും നിൽക്കണ്ട. ഇതിനെയാണ് യോഗം എന്ന് പറയുക. സുഖവും ഇല്ല, ദുഃഖവും ഇല്ല. സുഖം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശ്രദ്ധിച്ചു നോക്കൂ. ഖം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ എന്നർത്ഥം. ഇന്ദ്രിയങ്ങൾക്ക് അനുകൂലമായതിന് നമ്മൾ എന്ത് പറയും? സുഖം എന്ന് പറയും. ഇന്ദ്രിയങ്ങൾക്ക് പ്രതികൂലമായാലോ ദുഃഖം എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ഈ സുഖവും ദുഃഖവും ഇല്ല. കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാൽ, നേരത്തെ 15 മിനിറ്റ് നിർത്തി, എന്തിനാ? കുറച്ചു നേരം ഇരുന്നു, ഒരു വയ്യായ, എന്നാ എണീറ്റോട്ടെ. കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇരിക്കൽ ദുഃഖമായി, എണീറ്റാ സുഖമായി എന്ന് കരുതി എണീക്കും. എന്നാൽ എണീറ്റ് 1.5 മണിക്കൂർ നിൽക്കുകയാണെങ്കിലോ അപ്പം ഇരുന്നാലാ സുഖം. ഇപ്പം ഇരിക്കലിൽ സുഖമുണ്ടോ, നിൽക്കലിൽ സുഖമുണ്ടോ? രണ്ടിലും സുഖമൊന്നുമില്ല. ചൂട് കാലത്ത് തണുപ്പ് സുഖ, തണുപ്പ് കാലത്തോ ഐസ് വാട്ടർ തന്നാലോ വിഷമാവും. തണുപ്പ് കാലത്ത് ചൂടാണ് സുഖം. ചൂടിൽ സുഖമുണ്ടോ, തണുപ്പിൽ സുഖമുണ്ടോ? ഏയ്, അതൊക്കെ ആപേക്ഷികമാണ്. ചിലർക്ക് എരു വലിയ ഇഷ്ടമാണ്, എരു സുഖം കൊടുക്കുന്നുണ്ട്. ചിലർക്ക് കൊടുക്കണില്ല. ചിലർക്ക് ഇത് വലിയ ദുഃഖമാണ്. അപ്പോൾ എരുവിൽ സുഖമുണ്ടോ? ഇല്ല. ഇതൊക്കെ എവിടെയാ? ഇതൊക്കെ മനസ്സ് കൽപ്പിക്കുക, അത്രയേ ഉള്ളൂ. എല്ലാം മനസ്സിൻ്റെ കൽപ്പനയാണ്. ഇതിന് കാരണം അഹം മമാഭിമാനോത്ഥൈ. അഹം മമ, ഇത് രണ്ടും കാരണം. ഞാനെന്നും എൻ്റെതൊന്നുമുള്ള വിചാരമാണ്. നമുക്ക് എൻ്റെ ആളുകൾക്ക് വല്ലതും വന്നാൽ ദുഃഖമായി ഇല്ലേ? നമ്മുടെ മകൻ സ്കൂളിട്ട് നേരം വൈകിയാൽ വിഷമായി. അടുത്ത വീട്ടിലെ കുട്ടിയോ 4 മാസമായി വന്നിട്ട് വല്ല വിഷമമുണ്ടോ? ഒരു വിഷമവുമില്ല. ഇനി എൻ്റെ കുട്ടിയാ പറയണ്ടല്ലോ, ഇതിനെന്താ തെളിവ്? നമുക്ക് നിശ്ചയുണ്ടോ? പണ്ടുണ്ടായിട്ടുണ്ട് കോഴിക്കോട് ഞങ്ങളെ ഭാഗത്ത്. ആസ്പത്രിയിൽ നിന്ന് മാറി കുട്ടിയെ, നേഴ്സിനെ അങ്ങോട്ട് മാറിപ്പോയി. ഉണ്ടായ സംഭവമാണ് കുറച്ചു കാലം മുന്നേ. കുളിപ്പിച്ച് കിടത്തുന്ന സമയത്ത് കുട്ടിയെ മാറി കിടത്തി. പിന്നെ തൽക്കാലമൊന്നും മിണ്ടിയില്ല. പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, പണി പോവില്ലേ, ഒന്നും മിണ്ടിയില്ല. അങ്ങനെ കഴിഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞു. കുട്ടികളൊക്കെ വലുതായി, 10-24 വയസ്സായി. കുറച്ച് കഴിഞ്ഞപ്പോൾ നേഴ്സ് റിട്ടയർഡായി.
അത് കഴിഞ്ഞു. റിട്ടയറായ സമയത്ത് എന്ത് ചെയ്തു? മനസാക്ഷി കുത്ത്, ഇത് മനസ്സിലങ്ങനെ നിൽക്കുക. എന്നാൽ ആ കുട്ടിയുടെ ഏതായാലും വീടൊക്കെ അന്വേഷിച്ചു, അഡ്രസ്സൊക്കെ നോക്കിപ്പിടിച്ച് അവിടെ പോയി പറഞ്ഞു. കാര്യം പറയേണ്ടില്ലായിരുന്നു. 10-24 വയസ്സ് വരെ എൻ്റെ മകനാന്ന് കരുതി പാലും പഴം കൊടുത്ത് വളർത്തുക. ഒരു ദിവസം വന്ന് പറഞ്ഞു, ഇവിടുത്തെ കുട്ടി വൃത്തിയല്ല. പിന്നെയോ അവിടുത്തെയാ. അപ്പുറത്ത് പോയി പറഞ്ഞു, വൃത്തിയല്ല. മതി, കഴിഞ്ഞില്ലേ? ഇത്രയും കാലം എൻ്റേത് എന്ന് പറഞ്ഞ് സ്നേഹിച്ചു. ഇത് പറഞ്ഞതോടുകൂടി നോക്കണില്ല എന്നും പറയണില്ല. എന്നാലും പാലും പഴമൊക്കെ കൊടുക്കുമ്പോൾ വിചാരിക്കും, എന്നാലും എൻ്റെ അല്ലല്ലോ ഈ ഭാവം ഉണ്ടാവും. എന്തേ കാരണം? ഇത് മനസ്സ് കൽപ്പിക്കല്ലേ. ഇത്രയൊന്നും പോകണ്ട. ഏറ്റവും വലിയ ഉദാഹരണം വിവാഹം കഴിക്കൽ തന്നെയാണ്. ഭർത്താവിനെ ഇതിൻ്റെ മുന്നേ കണ്ടിട്ടണല്ല. 13 വയസ്സാകുമ്പോഴാണ് ആളെ കാണുന്നത്. എന്താ നിശ്ചല്യം? ഒന്നുമില്ല. എന്നിട്ട് അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാലോ ഇത്രയ്ക്ക് വലിയ ബന്ധം വേറെ ഇല്ലാനും. അച്ഛനെയും ഓർമ്മയില്ല, അമ്മയും ഓർമ്മയില്ല, ഒന്നുമില്ല. എവിടുന്ന് ഉണ്ടായി? മനസ്സ് കൽപ്പിക്കുകയാണ്. അത്രയേ ഉള്ളൂ. വിട്ടു നിർത്തിയാലോ വിട്ടു നിന്നു. അതുകൊണ്ട് മനസ്സ് വിഷയങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ അതിനോടൊട്ടി നിൽക്കും. ഭഗവാന്റെ നേരെ പോകുമ്പോഴോ അതിനോടൊട്ടി നിൽക്കും. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് എടുത്ത് ഭഗവാനിലേക്ക് കൊടുക്കുകയാണ് വേണ്ടത്. മതിരിഹ ഗുണസക്താബന്ധകൃത്. ഇത്രയേ ഉള്ളൂ. മതി, ബുദ്ധി, അത് വിഷയങ്ങളുടെ പിന്നാലെ പോകുമ്പം ബന്ധകൃത്, അത് ബന്ധനത്തിന് കാരണമാവും. എന്നാൽ അവിടുന്ന് എടുക്കുക. എന്നാലോ ത്വത് അമൃതകൃത് ഉപരുന്ധേ. അപ്പം അമൃതകൃത്. ഇത്രയേ ഉള്ളൂ. അത് ഭഗവാന്റെ നേരെ ആവുമ്പം അതേ മനസ്സ് തന്നെ അമൃതത്വത്തിന് കാരണമാവും, ആനന്ദത്തിന് കാരണമാവും. ഇത്രയേ ഉള്ളൂ അമ്മേ മനസ്സിലാക്കാൻ. ഇവിടെ അധികമൊന്നും പഠിക്കാനില്ല. വിഷയമൊക്കെ ഒന്നേ ഉള്ളൂ. അത് പലതരത്തിൽ പറയുന്നുണ്ടെന്ന് മാത്രം. അതുകൊണ്ട് അമ്മ അത് മനസ്സിലാക്കൂ. അമ്മേ, ജീവിതം എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ്. ആധ്യാത്മികം, ഭൗതികം എന്ന് പറയും. വാസ്തവത്തിൽ രണ്ടും ഒന്ന് തന്നെയാണ്. എന്നാലും പറയുമ്പം ആധ്യാത്മികം, ഭൗതികം എന്ന് പറയും. ഭൗതിക ജീവിതത്തിലാവട്ടെ മോഹങ്ങൾ അങ്ങനെ പെരുകി വരിക ചെയ്യുക, കുറയൊന്നുമില്ല. പെരുകി വരും. അത് സഫലീകരിക്കാനായിട്ട് ഓടും. എണ്ണി കുറയുന്നിതായുസും മണ്ടി കരേറുന്നു മോഹവും. തൃഷ്ണാനജീർണ വയമേവ ജീർണ. അനവധി കവികൾ പലതരത്തിൽ പാടുന്നുണ്ട്. തൃഷ്ണാനജീർണ, മോഹം തീർന്നില്ല, പക്ഷെ ഞാനോ തീർന്നുകൊണ്ടിരിക്കുക. അംഗം ഗളിതം ഫലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോയാതി ഗൃഹീത്വാ ദണ്ഡം തദപി ന മുഞ്ചതി ആശാപിണ്ഡം. അംഗം ഗളിതം, തൊലിയൊക്കെ ചുക്കിച്ചൊളിഞ്ഞു. ഫലിതം മുണ്ടം, തലയിലൊന്നും മുടില്ല. ദശനവിഹീനം, പല്ലില്ല. ജാതം തുണ്ടം, ഒരു തുണ്ടം, കഷ്ണേ ഉള്ളൂ. ഇപ്പം നടക്കാനാണെങ്കിൽ കയ്യും കാലൊന്നും പോരാ, പിന്നെ ഒരു വടിയും കൂടിയും വേണം. വൃദ്ധോയാതി ഗൃഹീത്വാ ദണ്ഡം. അപ്പോഴും മോഹം തീർന്നോ? ഇല്ല. തദപിന മുഞ്ചതി ആശാപിണ്ഡം. എന്നാലും ആശ തീർന്നില്ല. ഇതാണ് ഭൗതിക ജീവിതത്തിൻ്റെ പ്രത്യേകത. അതിൽ പോയാൽ മോഹങ്ങൾ തീരില്ല. എന്നാൽ ഇതൊക്കെ ഭാവിയിൽ ദുഃഖം ഉണ്ടാക്കുള്ളൂ എന്നുള്ളത് ഉറപ്പിച്ച് പറഞ്ഞൊരു ആളുണ്ട്. ഭാഗവതനെ കാണാം, യയാതി രാജാവിൻ്റെ കഥ. അദ്ദേഹം പറയാണ്, മോഹങ്ങളൊക്കെ തീർക്കുക പറഞ്ഞാൽ സാധിക്കില്ല. എപ്പോഴെങ്കിലും തീരുമോ? കണ്ട് മതിയാവുമോ? കേട്ട് മതിയാവുക? ഇതൊക്കെയാണ് ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ പോയി നശിച്ചു പറയണത്. കേട്ടങ്ങടെ തൃപ്തിയാവുക പറഞ്ഞാൽ നടക്കില്ല. രുചിച്ച് തൃപ്തിയാവുക പറ്റുമോ? വിശപ്പിന്നു വിഭവങ്ങൾ വേണ്ടുവോളം അശിച്ചാലും വിശിഷ്ടഭോജ്യങ്ങൾ കാൺകിൽ കൊതിയാമാർക്കും. ആശാൻ പറയും, വിശപ്പിനൊക്കെ കഴിച്ചു കഴിഞ്ഞാലും വിശിഷ്ടമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അതും കൂടി ആവായിരുന്നു. അത്രേ തോന്നുള്ളൂ. കണ്ടു മതിയാവുമോ? ആരോ പറഞ്ഞു ബാംഗ്ലൂർ വലിയ ഗെയിമാണ്. നമ്മൾ പോയി കണ്ടപ്പോഴോ അവിടുന്ന് ആരോ പറഞ്ഞു ഇതൊന്നുമല്ല, ബോംബെയാണ് കാണേണ്ടത്. എന്താ രസം! ബാംഗ്ലൂർ കണ്ട രസം പോയി, ബാംഗ്ലൂർ കണ്ട സുഖം പോയി, പിന്നെ ബോംബെ കാണാത്ത ദുഃഖ. അത് കണ്ടപ്പോൾ ആരോ പറഞ്ഞു അമേരിക്ക ഇതിലും ഗെയിമാണ്. ബോംബെ കണ്ട സുഖം പോയി, അമേരിക്ക കാണാത്ത ദുഃഖ. ഇതൊക്കെ കണ്ട് തൃപ്തിയാക്കാൻ പറ്റുമോ? ലോകം മുഴുവൻ കണ്ട് നേരെയാവുക? തരാവില്ല. അതുകൊണ്ട് നജാതു കാമാനാമുപഭോഗേന ശാമ്യതേ ഹവിഷാ കൃഷ്ണവർമ്മേവാ ഭൂയ ഏവാഭിവർദ്ധതേ. യയാതി പറയാണ്. യയാതി പറഞ്ഞാൽ ശ്രദ്ധിക്കണം, ഭോഗങ്ങൾ അനവധി അനുഭവിച്ച ആളാ. അത്രയ്ക്കും ഭോഗം അനുഭവിച്ച ആളാണ് ഈ പ്രസ്താവന നടത്തുന്നത്. എന്ത്? അതൊന്നും അനുഭവിച്ച് തൃപ്തി വരില്ല. അതൊക്കെ ഭോഗങ്ങൾ അനുഭവിച്ചങ്ങോട്ട് തൃപ്തി വരാമെന്ന് കരുതുന്നത് ഏതുപോലെയാ? തീ അങ്ങനെ കത്തനുണ്ട്. നമ്മൾ വിചാരിച്ചു നെയ്യ് ഒഴിച്ചാൽ കേടുവരിക്കും. നെയ്യ് അങ്ങനെ ഒഴിക്കുക, അത് ആളി കത്തുകയുള്ളൂ. അനുഭവിക്കും തോറും പിന്നെയും വേണം തോന്നുകയുള്ളൂ. എത്ര ഗ്ലാസ് ചായ കുടിച്ചിട്ടുണ്ട് നമ്മൾ, ഇല്ലേ? ഇപ്പോൾ ഒരാൾ കൊണ്ടു തന്നാലോ ആ ചായ അല്ലേ, പിന്നെയും കുടിക്കും. ഇത്രയേ ഉള്ളൂ.
മതിയാവൽ പതിവുണ്ടോ? ഇല്ല. അതുകൊണ്ട് വിവേകിയായിട്ടുള്ളൊരു ആൾ എന്ത് ചെയ്യണം? അത് ഒഴിവാക്കണം. അത്രയേ വേണ്ടൂ. അതുകൊണ്ട് അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു, വാസ്തവത്തിൽ ദുഃഖം എന്നും സുഖം എന്ന് പറഞ്ഞ അവസ്ഥ മനസ്സിനില്ല. ഈ മനസ്സ് തന്നെയാണ് ബന്ധനത്തിനും മോക്ഷത്തിനും കാരണം. മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ. മനസ്സ് തന്നെയാണ് ബന്ധനത്തിനും കാരണം മോക്ഷത്തിനും കാരണം. മനസ്സിൻ്റെ ശരിക്കുള്ള അവസ്ഥ സമമാണ്, ശാന്തമാണ്, ആനന്ദമാണ്. പക്ഷെ അത് അനുഭവിക്കുന്നില്ല. അത് ഏതുപോലെ ചോദിച്ചാൽ ശരിക്ക് കടൽ ശാന്തമാണെന്ന് പറയുക, ശാന്തസമുദ്രമാണ്. പക്ഷെ തിരമാലയൊക്കെ വന്ന് ക്ഷോഭിക്കുന്നതാണല്ലോ നമ്മൾ കാണുന്നത്. അതെ, അതിന് കാരണം എന്താ? കാറ്റടിക്കുന്നത് കൊണ്ടാണ്. കാറ്റടിക്കുന്ന സമയത്ത് കടലങ്ങനെ ക്ഷോഭിക്കും. ഇതുപോലെ നമ്മുടെ മനസ്സ് ശരിക്കും ശാന്ത. പക്ഷേ വിഷയങ്ങളാകുന്ന കാറ്റ് വരുമ്പം ഇതങ്ങനെ ഉയരുമ്പോൾ ആ സമഭാവം തെറ്റി. അപ്പോൾ നമ്മളെന്താ പറയുക? വിഷമ എന്ന് പറയും. നമ്മൾ വിഷമം എന്ന് പറയില്ല, നമ്മൾ വിഷമ എന്നാ പറയുക. അത്രയേ ഉള്ളൂ അവസ്ഥ. വിഷമം, ആ സമഭാവം തെറ്റി. ചിലർ കേമായിട്ട് പറയുമ്പം മനസ്സ് പൊന്തും. ചിലപ്പം ആരെങ്കിലും പുച്ഛിക്കുമ്പം നമ്മളെ പറ്റി വേണ്ടാത്തത് പറയുമ്പം മനസ്സ് താഴും. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് അത് സമാക്കി നിർത്തുകയാണ് വേണ്ടത്. അതാണ് യോഗം. യോഗം എന്നുള്ളത് അതിൻ്റെ അർത്ഥം യുജ് ധാതുവിൽ നിന്നാണ് ഈ പദം ഉണ്ടാവണത്. യുജ് പദത്തിൻ്റെ അർത്ഥം യുജ് സമാധൗ യുജ് മേളനെ. രണ്ടർത്ഥം. മേളനം, സമാധി. നമ്മൾ യോഗം മീറ്റിംഗ് ആയിട്ട് കണക്കാക്കാറല്ലേ? ഒരു യോഗം കൂടുകയാണെന്നൊക്കെ പറയാറുണ്ടല്ലോ. അത് ഈ മേളനം എന്നുള്ള അർത്ഥം, കൂടിച്ചേരുക. അതാണ് മാർഗം. ഏതാ ലക്ഷ്യം? സമാധി, മോക്ഷം. ഇതാണ് ലക്ഷ്യം. അതിനുള്ള വഴി എന്താ? കൂടിച്ചേരൽ. ആരായിട്ട് കൂടിച്ചേരുക? അതാണ് ഇവിടെ പറയണത്. മഹദനുഗമലഭ്യാ ഭക്തിരേവാത്ര സാധ്യ. മഹാത്മാക്കളായിട്ട് കൂടിച്ചേരണം, സജ്ജനങ്ങളുമായിട്ട് കൂടിച്ചേരണം. അതാണ് മനസ്സ് നേരെയാവാനുള്ള വഴി. വേറെ വഴിയൊന്നുമില്ല. ശരീരം നേരെയാക്കാൻ എളുപ്പമാണ്. തേച്ച് കുളിച്ചാൽ മതി, എന്നാൽ ശരീരം വൃത്തിയായി. ഇനി അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങി കുടിച്ചാൽ മതി, ആരോഗ്യമൊക്കെ വരും. പക്ഷെ മനസ്സ് നേരെയാവാനോ? അവിടെയാണ് വിഷയം. മനസ്സ് നേരെയാവാൻ പ്രയാസ. ഇതെവിടെയാണെന്ന് ഇഷ്ടമുണ്ടോ? മനസ്സെന്ന് പറയുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട്, പുതിയ ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞു മനസ്സ് വെടിയാന്ന്. അപ്പോൾ വേറൊരു പുതിയ ശാസ്ത്രജ്ഞൻ പറഞ്ഞു അല്ല, മനസ്സ് വെടിയാന്ന്. തമ്മിൽ തർക്കമാണ്. ഇത് എവിടെയാണെന്ന് ഇഷ്ടമില്ല ആർക്കും. ചിലർ പറയണത് ഏതോ നാടിയുമ്പിലുണ്ടെന്ന്. എവിടെയെങ്കിലും ഉണ്ടാവട്ടെ, പക്ഷെ ഇത് നേരെയാക്കണ്ടേ. സുഗതകുമാരി ടീച്ചർ പറയുന്നുണ്ട്, ശരീരത്തിന് വല്ല കേടുപാടുകൾ പറ്റിക്കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും, മുറിച്ച് കളയാം. ഒരവയവം കേടായി മാറ്റാൻ പറ്റുമല്ലോ. കണ്ണ് ചീത്തയായാൽ മാറ്റി വേറെ വയ്ക്കുന്നുണ്ട്. ഹാർട്ട് മാറ്റുന്നുണ്ട്, കിഡ്നി മാറ്റുന്നുണ്ട്, ഇനി തലയും മാറ്റും. ചിലപ്പം ഭാവിയിൽ സയൻസ് വളർന്ന് അങ്ങനെ ഉണ്ടാവാം. എന്നാൽ ഈ മനസ്സ് ചീത്തയായി എന്താ ചെയ്യുക? ആരോ പറഞ്ഞു മുറിച്ചു മാറ്റാം കേടുബാധിച്ചോരവയവം, പക്ഷേ കൊടും കേടുബാധിച്ച പാവം മനസ്സോ. അവയവത്തിന് കേടുപാട് വന്നാൽ അത് പിന്നെ അടുത്ത ഈ വിരൽ പഴുത്തു വെച്ചാൽ ഇങ്ങോട്ട് പകരാണ്ടിരിക്കാൻ അത് മുറിച്ച് കളഞ്ഞാൽ മതി. ഈ മനസ്സ് ചീത്തയായി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അത് നേരെയാക്കണം. അതിനുള്ള വഴിയാണ് ഭക്തി, സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗം. അതാണ് മനസ്സ് നേരെയാവാനുള്ള വഴി. ചിലപ്പോൾ സംശയം തോന്നും, അങ്ങനെ പറഞ്ഞു, അതിന് ആരാ ഈ സജ്ജനം? മനസ്സിലാവോ? കണ്ടാൽ മനസ്സിലാവോ? കുറി തൊട്ടിട്ടുണ്ടാവും, രുദ്രാക്ഷ മാലിട്ടിട്ടുണ്ടാവും, മഞ്ഞ മുണ്ട് തോളത്തിട്ടിട്ടുണ്ടാവും, താടി നീട്ടി വളർത്തിയിട്ടുണ്ടാവും എന്നൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുമായിരിക്കും. ഇതൊന്നും അല്ലാണ്ട് ജീൻസും ടീഷർട്ടും ഇട്ട് നടന്നൊന്നും വരും. ഭക്തനല്ല പറയാൻ പറ്റുമോ? കണ്ടാൽ മനസ്സിലാവുമൊന്നുമില്ല. കണ്ടാൽ സുന്ദരനാണോ സുന്ദരിയാണോ എന്നൊക്കെ മനസ്സിലാവും. പക്ഷേ അറിവുണ്ടോ, ഭക്തനാണോ ഒന്നും കണ്ടാൽ മനസ്സിലാവില്ല. എന്നാലും നമ്മൾ പറയാറുണ്ട്, നല്ല വിവരമുണ്ട്, കണ്ടാൽ തോന്നില്ലേ? കണ്ടാൽ തോന്നുമോ? ഇല്ല. സജ്ജനം എങ്ങനെയായിരിക്കും തിരിച്ചറിയണം വെച്ചാൽ വഴിയൊക്കെ ഉണ്ട്. നമ്മൾ ആരുടെ ഒപ്പം ഇരിക്കുന്നുണ്ടോ നമ്മുടെ മനസ്സ് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ മനസ്സിൽ വേണ്ടാത്ത വിചാരങ്ങളാണോ ഉണ്ടാവുന്നത്? ഉള്ളിൽ കാമം, ക്രോധം, മോഹം, ലോഭം, മതം, ഈർഷ്യ, അസൂയ, കുനിഷ്ട്, കുശുമ്പ്, ഏഷണി, കഴിഞ്ഞില്ല, ഇനിയും കുറേ ഉണ്ട്. എന്നാൽ ഇതൊക്കെ ആരുടെ ഒപ്പം ഇരിക്കുമ്പോഴാണോ തോന്നുന്നത് മനസ്സിലാക്കുക. അടുത്തേക്ക് നാളെ അത്ര ശരിയല്ല, പറയാൻ പോകണ്ട, മനസ്സിലാക്കുക അത്ര ശരിയല്ല. ഇനി ചിലരുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഉള്ളിൽ സദ്വിചാരങ്ങൾ ഉണ്ടാവണമെങ്കിലോ, നല്ല വിചാരങ്ങൾ, സദ്ഭാവന ഉണ്ടാവുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഒപ്പരിക്കുന്ന ആൾ സജ്ജനാണ്. ഇവിടെ കുറച്ച് ഉദാഹരണങ്ങളും പറഞ്ഞു കൊടുത്തു എന്നാണ്. സജ്ജനങ്ങളെ എങ്ങനെയിരിക്കും? അവർ തിതിക്ഷവഃ, കാരുണികാഃ, സുഹൃദഃ സർവദേഹിനാം,
അജാതശത്രവശാന്താഹ സാധവഃ സാധുഭൂഷണാഹ തിദിക്ഷവഃ. അവർ തിദിക്ഷുക്കളായിരിക്കും. തിദിക്ഷ പറഞ്ഞാൽ എന്താ? ആചാര്യസ്വാമികൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിത സാ തിദിക്ഷ നിഗദ്യതേ. സഹനം സർവദുഃഖാനാം, എല്ലാ ദുഃഖങ്ങളും സഹിക്കുക. നമ്മൾ സഹിക്കാറുണ്ട്. അടി കിട്ടിയ കൊള്ളുക, സഹിച്ചു, തിരിച്ചടിക്കാൻ ശേഷിയില്ലാത്തോണ്ടാ. ഇതങ്ങനെ സഹിക്കില്ല. അപ്രതീകാരപൂർവകം, പ്രതികാര ബുദ്ധിയില്ല. അടി കിട്ടി, ഞാൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായിട്ട് കിട്ടി, അത് സഹിച്ചു. അല്ലാതെ എനിക്കിപ്പോൾ ആരോഗ്യമില്ല, ഒക്കെ ഉണ്ടാവട്ടെ, തിരിച്ചു തരും എന്നുള്ള ഭാവത്തിൽ സഹിക്കല്ല. അപ്രതീകാരപൂർവകം, ഒരു പ്രതികാര ബുദ്ധി ഇല്ലാണ്ട് സഹിക്കുക. ചിലരുണ്ട് അതില്ലെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നാലുക്ക് അടി കിട്ടിയല്ലോ, നാലുക്ക് അടി കിട്ടിയല്ലോ, അങ്ങനെ അതും പറഞ്ഞ് വിഷമിച്ചിരിക്കും. അങ്ങനെയാണോ? അങ്ങനെയല്ല. ചിന്താവിലാപരഹിത, ആ വിഷയം വിട്ടു, ഒരു വിലാപവുമില്ല, അതിനെപ്പറ്റി പറയലേ ഇല്ല. അത് കിട്ടി അപ്പം തന്നെ വിട്ടു. അതിനെയാണെന്ത് പറയുക? തിദിക്ഷ. ഇതാണ് ഭക്തൻ്റെ ലക്ഷണം. തിദിക്ഷുക്കളായിരിക്കും. പിന്നെയോ കാരുണികാഹ, അവർക്കെല്ലാവരോടും സ്നേഹമാണ്, കരുണയാണ്. ഇങ്ങോട്ട് ദ്രോഹിക്കുന്നവർക്കും ഉപകാരം ചെയ്യും. ഇത്രയേ ഉള്ളൂ. നമ്മൾ പറയാം അവർക്കെന്നോട് ദേഷ്യമല്ലേ, ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചാലും ഇങ്ങോട്ട് ദേഷ്യമാണ്. അങ്ങനെയൊന്നുമില്ല. കുറച്ച് നല്ലോണം അങ്ങോട്ട് സ്നേഹിച്ചു നോക്കൂ, ആ ദേഷ്യം മാറും. നമ്മൾ അതിന് നിൽക്കില്ല, നമ്മൾ മത്സരിക്കല്ലേ. അതാണ് വിഷയം. കാരുണികാഹ സുഹൃദഃ, അവർക്കെല്ലാവരും സുഹൃത്തുക്കളാണ്. അജാതശത്രവഃ, അതുകൊണ്ട് തന്നെ അവർക്ക് ശത്രുക്കളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ശാന്താഹ, നല്ല ശാന്തിയാണ്, സമാധാനമാണ്. അവർക്ക് ദേഷ്യമില്ല. ഭക്തന്മാരുടെ കഥ പറയുമ്പം അതിൽ ഉദാഹരിക്കാറ് ഏകനാഥസ്വാമികളുടെ കഥയാണ്. ഉത്തരേന്ത്യയിലുള്ള കേമനായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ പറ്റി ആചാര്യന്മാർ പറയാറുണ്ട്, ദേഷ്യം വരില്ല. അങ്ങനെ പരീക്ഷിക്കാനായിട്ട് ഒരാൾ ചെന്നു, ദേഷ്യം പിടിപ്പിക്കാനായിട്ട്. അദ്ദേഹത്തിന് ഗംഗാസ്നാനം പതിവുണ്ട് ദിവസവും. ഗംഗയിൽ പോയി കുളിച്ചു വരുമ്പം എടോഴി പോയി ഒളിച്ചു വന്നിട്ട് മുറുക്കി അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഇങ്ങോട്ട് തുപ്പി. ഒരു ഭാവവ്യത്യാസവും ഇല്ല. തോർത്തെടുത്തു, ചെല്ലുകയായി, ഗംഗയിൽ പോയി കുളിച്ചു, വീണ്ടും വന്നു, വീണ്ടും അദ്ദേഹം രണ്ടാമതും പോയി കുളിച്ചു വരുന്നുണ്ട്. ഇതിങ്ങനെ ആവർത്തിക്കണ്ടല്ലോ. 20-21 പ്രാവശ്യം ഇതങ്ങനെ തുടർന്നു. കുറച്ച് കഴിഞ്ഞപ്പം ഈ മുറുക്കി തുപ്പണ ആൾക്കൊരു വിഷമായി, കഷ്ടം. വീണ്ടും വന്ന സമയത്ത് തൊഴുതങ്ങോട്ട് നമസ്കരിച്ചു, ക്ഷമിക്കണേ, അറിയാതെ പറ്റി. അപ്പം സ്വാമി പറഞ്ഞു, ഏയ് അങ്ങണീക്കൂ, ഞാൻ അങ്ങയെ നമസ്കരിക്കേണ്ടത് പറഞ്ഞാൽ തിരിച്ച് നമസ്കരിക്കുക. ചോദിച്ചു, അത്ഭുതം, ഇതെന്താ ഇങ്ങനെ? അങ്ങക്ക് എന്നോട് ദേഷ്യം തോന്നിയില്ലേ? എനിക്കൊരു ദേഷ്യം തോന്നിയില്ല. കാരണം ഞാൻ വിചാരിക്കണത് ഞാൻ അങ്ങയെ നമസ്കരിക്കേണ്ടതെന്നാ. എന്താ കാരണം വെച്ചാൽ ഇത്രയും കാലം ഗംഗാതീരത്ത് തന്നെയാണ് താമസിക്കണതെങ്കിലും ദിവസം ഒരു പ്രാവശ്യം ഈ പുണ്യനദിയിൽ കുളിക്കാനേ തരായുള്ളൂ. ഇന്നിപ്പോൾ അങ്ങ് കാരണം 21 പ്രാവശ്യം ഗംഗാസ്നാനം തരായല്ലോ. ഭാഗ്യല്ലേ? നോക്കണേ, ഈ പോസിറ്റീവ് തിങ്കിങ് ഒന്നും ഇപ്പം ഉണ്ടായതല്ല, പണ്ടേ ഉണ്ടതൊക്കെ. ഇങ്ങനെ അതുപോലും അദ്ദേഹം ഗുണമായിട്ട് കാണുകയാണ്. ഉടനെ ചോദിച്ചു, അങ്ങക്ക് എന്നോട് ദേഷ്യമല്ലേ? എന്തിന് ദേഷ്യം? അങ്ങയോട് എനിക്ക് ദേഷ്യം വെച്ചാൽ ആർക്കാ നഷ്ടം? അങ്ങക്ക് വല്ല നഷ്ടമുണ്ടോ? എനിക്കെന്നില്ല നഷ്ടം. ദേഷ്യം വെച്ചു, എനിക്ക് നിങ്ങളോട് ദേഷ്യമുണ്ട്, നിങ്ങൾക്ക് വല്ല നഷ്ടമുണ്ടോ? ഒരു നഷ്ടമില്ല, എനിക്കാ നഷ്ടം. എൻ്റെ മനസ്സാണ് കലുഷമാവുക, എൻ്റെ മനസ്സാണ് ദുഷിക്കുക. പെട്ടെന്ന് പ്രായം കൂടും, മുടി നരയ്ക്കും, കൊഴിയും, ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും, അവസാനം വയ്യാണ്ടിയാവും, ആയുസ് കുറയും, മരിച്ചു പോവും. ആര്? ഞാൻ. ബാക്കിയുള്ളവർക്കോ ഒന്നുമില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇത്രയേ ഉള്ളൂ. അങ്ങനെയായിരിക്കും ഭക്തന്മാർ എന്ന് പറഞ്ഞു കൊടുത്തു. അവർ സജ്ജനങ്ങളുടെ കൂടെ ചേർന്നാൽ മതി, എന്നാൽ തന്നെ നേരെയാവും. ചിലപ്പം നനഞ്ഞ വിറകാണെങ്കിലും ഈ ഉണങ്ങിയ വിറകിൻ്റെ കൂടെ വെച്ചാൽ ചിലപ്പം അങ്ങോട്ട് കത്തി കിട്ടും. ഇതുപോലെയാ, സജ്ജനങ്ങളുടെ കൂടെ ഇങ്ങനെ പോയാൽ അങ്ങോട്ട് നേരെയാവും. അവരെന്ത് ചെയ്യും? ഭഗവാന്റെ കഥകളൊക്കെ പാടും. സതാം പ്രസംഗാൻ മമ വീര്യ സംവിതോ ഭവന്തി ഹൃത് കർണരസായന കഥാഹ. ഇവിടെ പറയാണ്, കർണരസായനങ്ങളായിരിക്കുന്ന കഥകൾ അവർ പാടും. രസായനം കഴിച്ചാൽ ശരീരം വൃത്തിയാവും, ശരീരത്തിന് നല്ല ആരോഗ്യം ഉണ്ടാവും. ഉള്ളിലുള്ള ഹൃദയം പുഷ്ടിപ്പെടണമെങ്കിൽ രസായനം കഴിക്കണം. ഏത് രസായനം? ഹൃത് കർണരസായന കഥാഹ. ഭഗവത് കഥകളായിരിക്കുന്ന രസായനം കുടിക്കണം. പിബത ഭാഗവതം രസം. ഭാഗവതമാകുന്ന രസം കുടിച്ചു കഴിഞ്ഞാൽ അതിന് ഗ്ലാസും കൊണ്ടുവരിക. ഏതാ ഗ്ലാസ്? ചെവികളാകുന്ന ചഷകങ്ങൾ കൊണ്ടുവന്ന് ഈ കഥ കോരി കുടിക്കുക. ഇത്രയേ വേണ്ടൂ. അങ്ങനെ കുടിക്കുന്ന സമയത്ത് ആദ്യം ശ്രദ്ധ. ആദ്യമൊക്കെ ഉറക്കം വരും, കുറച്ച് കഴിഞ്ഞാൽ ഒരു ശ്രദ്ധ വരും, പിന്നെ രതി വരും, പിന്നെ അത് കേൾക്കാതെ വയ്യാന്നാവും. ശ്രദ്ധാരതിർ ഭക്തിരനുക്രമിഷ്യതി. ഇതാണ് രീതി. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴോ ആദ്യം ഭക്തി ഉണ്ടാവും. ഈ ഭക്തി കൊണ്ട് മനസ്സ് ശുദ്ധമാകുമ്പം ജ്ഞാനം തെളിയും.
അപ്പം പ്രത്യേകാത്മാവായിരിക്കുന്ന എന്നെ ഇവിടെ തന്നെ അറിയാൻ സാധിക്കും. മാം പ്രത്യേകാത്മാനം ഇഹാവരുന്ധേ. വലിയ ഭാഷയാണ് പ്രയോഗിച്ചത്. പ്രത്യേകാത്മസ്വരൂപൻ എന്നൊക്കെയാണ്. ഇതൊക്കെ ഉപനിഷത്തിൽ ചർച്ച ചെയ്യുന്ന ഭാഗമാണ്. കശ്ചിത് ധീര പ്രത്യേകാത്മാനമയിച്ചത്. ഉപനിഷത്തിൽ പറയും ചില ധീരന്മാർ മാത്രമാണ് ഈ പ്രത്യേകാത്മാവിനെ അറിയാറെന്ന്. ആരാ ഈ പ്രത്യേകാത്മാവ്? ഉള്ളിൽ എപ്പോഴും ഉണ്ട്, എല്ലാ അവസ്ഥയിലും ഉള്ള ആളെയാണ് പ്രത്യേകാത്മാവ് എന്ന് പറയുന്നത്. മൂന്നവസ്ഥ നമുക്ക്: ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. ഉണർന്നിരിക്കുക, സ്വപ്നം കാണുക, ഉറങ്ങുക. ഈ മൂന്നവസ്ഥയിലുള്ളതാരാ? ഇപ്പം നിങ്ങളുണ്ട്. സ്വപ്നം കാണുമ്പോൾ നിങ്ങളുണ്ടോ? ഞാൻ സ്വപ്നം കാണുമ്പോൾ നിങ്ങളുണ്ടോ? സ്വപ്നത്തിലുണ്ടോ? ചിലപ്പോൾ ഉണ്ടായേക്കാം, മിക്കവാറും ഉണ്ടാവാൻ വഴിയില്ല. അപ്പോൾ ഉറപ്പാ? അപ്പോൾ നിങ്ങൾ സത്യമാണോ? അല്ല. സ്വപ്നം കാണുമ്പം പലതും കാണുന്നുണ്ട്. എന്നാ സ്വപ്നത്തിൽ കാണുന്നത് സത്യമാണോ? അല്ല. ഉണർന്നാ പോയില്ലേ? അപ്പം അതും ഉള്ളതല്ല. സുഷുപ്തി അവസ്ഥയിലൊന്നുമില്ല. പക്ഷെ അനുഭവിച്ചും കൊണ്ടൊരാളുണ്ട്, ബോധമുണ്ട്. അത് ജാഗ്രത അവസ്ഥയിലല്ലേ ഉണ്ട്. നിങ്ങളൊക്കെ കണ്ടും കൊണ്ട് ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു, ഞാൻ അനുഭവിക്കുന്നു, ഞാൻ ഉണ്ട്. സ്വപ്നാവസ്ഥയിൽ സ്വപ്നം കാണുന്നു. ആരാ കാണുന്നത്? സ്വപ്നം കാണുന്നത് ഞാനല്ലേ. ഈ കണ്ണുകൊണ്ട് കാണുകയാണോ? അല്ല. കണ്ണടച്ചാലും എനിക്ക് കാണാം. അത് കാണുന്നത് ആരാ? അതും ഞാനാണ്. സുഷുപ്തി അവസ്ഥയിൽ സുഖമായിട്ട് ഉറങ്ങിയെന്ന് പിറ്റേ ദിവസം പറയുന്നുണ്ട്. സമയമൊന്നും പറഞ്ഞില്ല. 8 മണിക്കൂർ ഉറങ്ങിയത്. കഴിഞ്ഞു, 5 മിനിറ്റ് പോലെ തോന്നിയുള്ളൂ. കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം. അവിടെ കാലല്ല, ദേശമില്ല, ഒന്നുമില്ല. പക്ഷെ ഞാനുണ്ട്. ഈ മൂന്നവസ്ഥയിലുള്ളത് ഉള്ളിലുള്ള പ്രത്യേകാത്മാവായിരിക്കുന്ന ഞാനാണ്. ഉറങ്ങണ സമയത്ത് ആർക്കെങ്കിലും വിഷമമുണ്ടോ? അയ്യോ വിശക്കണു, ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലല്ലോ, തിന്നാൻ തരാവണില്ലല്ലോ എന്നുള്ള വിഷമമില്ല. പരദൂഷണം പറയാൻ തരാവണില്ലല്ലോ, ആ വിഷമമില്ല. സുഖമായിട്ട് ഉറങ്ങുകയാണ്. എന്താ കാരണം? ആ ആത്മാവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അമ്മയെ അറിയാനായിട്ട് സാധിക്കും. അതിനായിട്ടുള്ള വഴി ആദ്യം ഭക്തിയാണെന്നാണ്. വലിയൊരു പ്രത്യേകത ഭാഗവത്തിൽ, കാബലേയത്തിൽ കാണുക. സമഗ്രമായിട്ടുള്ള ഈശ്വര ഭജനത്തിൻ്റെ സമഗ്രമായിട്ടുള്ള ചിത്രം അത് കാബലേയത്തിലാണ്. മറ്റുള്ള സ്ഥലത്തൊക്കെ പല ദിക്കിലായിട്ട് പലതരത്തിൽ പറയാറുണ്ടെങ്കിലും ഭക്തിയോഗവും ജ്ഞാനയോഗവും കർമ്മയോഗവും ധ്യാനയോഗവും ഒരുമിച്ച് ഒരു കൊടക്കേള് വരുന്നത് കാബലേയത്തിലാണ്. വലിയൊരു പ്രത്യേകതയാണ്. അത് ഈ കാബലേയത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ആദ്യം വർണ്ണിക്കുന്നത് ഭക്തിയോഗത്തെക്കുറിച്ചാണ്. ഭക്തിയോഗത്തെ പറ്റി പറഞ്ഞു കൊടുത്തു. എന്തിനാ ഇപ്പം ഇത് ആദ്യം വർണ്ണിക്കണോ? സംശയം ഉണ്ടാവും. ഭക്തിയാണ് മുഖ്യം എന്നാണ് ആചാര്യസ്വാമികൾ എന്നെ പറയുന്നുണ്ട്. അത് പിന്നെ പ്രമാണമാണല്ലോ. ആചാര്യസ്വാമികൾ എന്നെ പറയാണ്, ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഭക്തിയിലൂടെ വരണം. ഏമാം ഭക്തിഭാവേന സേവന്തി തേ മമ പ്രസാദേന ജ്ഞാനപ്രാപ്തിക്രമേണ ഗുണാതീത മോക്ഷം ഗച്ഛന്തി. ഇതാണ് ക്രമം. ജ്ഞാനം തന്നെയാണ് വേണ്ടത്. അതിനെന്താ വഴി? ഭക്തിയാണ്. ഏമാം എന്നെ എന്ത് ചെയ്യണം? ഭക്തിഭാവേന സേവന്തി. ഭക്തിഭാവത്തിൽ സേവിക്കുക. അപ്പോഴോ എൻ്റെ പ്രസാദം കൊണ്ട്, തേ മമ പ്രസാദേന, എൻ്റെ പ്രസാദം കൊണ്ട്, എൻ്റെ അനുഗ്രഹം കൊണ്ട് അവർ ജ്ഞാനപ്രാപ്തിക്രമേണ അവരുടെ മനസ്സ് ശുദ്ധാവും, അവിടെ ജ്ഞാനം ഫലിക്കും. അങ്ങനെ അവരെന്ത് ചെയ്യും? ഗുണാതീത, ഗുണങ്ങൾക്ക് അതീതരായി മോക്ഷം ഗച്ഛന്തി, മോക്ഷം ലഭിക്കും. ഇതാണ് ക്രമം. അതുകൊണ്ട് തന്നെ ഇവിടെ ആദ്യം ഭക്തിയെ പറ്റിയാണ് പറയണത്. ഭക്തി എന്ന് പറഞ്ഞാൽ അർത്ഥം ഭജ് ധാതുവിൽ നിന്നാണ് ഭക്തി എന്നുള്ള പദം ഉണ്ടാവുന്നത്. ഭജ് സേവായാം, സേവിക്കുക എന്നർത്ഥം. എല്ലാവരെയും സേവിക്കുക. പിന്നെ നാരദരെ ഭക്തിസൂത്രത്തിൽ പറയണത് സാത്വ അസ്മിൻ പരമപ്രേമരൂപ ഭക്തി. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? സാ, അവളെങ്ങനെയാ? പരമപ്രേമരൂപ. പരമപ്രേമം ആരോടുള്ള? അസ്മിൻ പരമപ്രേമരൂപ ഭക്തി. ഇവനോടുള്ള പരമപ്രേമത്തെയാണ് ഭക്തി എന്ന് പറയുന്നത്. എന്തിനെ ആചാര്യൻ അസ്മിൻ എന്ന് പറഞ്ഞു, ഇവനോടെന്ന് പറഞ്ഞു, തസ്മിൻ എന്ന് പറഞ്ഞൂടെ, അവനോടെന്ന് പറഞ്ഞൂടെ? അവനോടുള്ള പരമപ്രേമത്തെയാണ് ഭക്തി എന്ന് പറയണതെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെയോ അസ്മിൻ പരമപ്രേമരൂപ. അസ്മിൻ എന്ന് പറഞ്ഞാൽ ഇവനിൽ. ഇവൻ എന്ന് പറയുമ്പോൾ ഒന്നും കൂടി അടുത്തു ഇല്ലേ? ദൂരത്തുള്ള ആളെ നമ്മൾ അവൻ എന്ന് പറയുക, അടുത്തുള്ള ആളെ അവൻ എന്ന് പറയുമോ? ഇല്ല. ഇവൻ നമ്മളുള്ളിൽ തന്നെയാണ്. പുറമേ നിന്നൊന്നും കിട്ടാനില്ല, ഒക്കെ ഉള്ളിൽ നിന്ന് കിട്ടുക. അവനവനെ അറിയുക. നേരത്തെ പറഞ്ഞു, അതന്നെയാണ് ഭക്തി എന്ന് പറഞ്ഞാൽ. അവനവനറിയുക, ഈ സ്വരൂപത്തെ ചിന്തിക്കുക. ഞാൻ ആരാണ്? എവിടുന്ന് വന്നു? എന്താണ് എൻ്റെ ലക്ഷ്യം? ഇതൊക്കെ കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ടാണ് പോണത്?
ഇല്ലേ? കുറച്ചു കാലമൊക്കെ ഉണ്ട്, കുറച്ച് കഴിഞ്ഞ് ആരും കാണുന്നില്ല, പിന്നെ കുറച്ച് പേര് വേറെ വരണു, അവർ കുറച്ചു കാലം കാണുന്നുണ്ട്, അവരും കാണുന്നില്ല. ഇതൊക്കെ എവിടേക്കാണ് പോണത്? അതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള സ്വരൂപത്തെ ചിന്തിക്കൽ തന്നെയാണ് ഭക്തി എന്ന് പറഞ്ഞാൽ. വേറൊരു ദിക്കിൽ പറയുന്നുണ്ട്, സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യഭിധീയതേ. വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യര് സ്വസ്വരൂപത്തെ അനുസന്ധാനം ചെയ്യുക, അത് തന്നെയാണ് ഭക്തി എന്ന് പറഞ്ഞാൽ. അത്രയേ ഉള്ളൂ. ആ ഭക്തിയെ പറ്റി അവിടെ പറഞ്ഞു കൊടുത്തു. പിന്നെയോ ഭക്തിയെ പറ്റി അവിടെ പറഞ്ഞ് ഭക്തി യോഗം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. പിന്നെ നാല് തരത്തിലുള്ള ഭക്തന്മാർ മൂന്നായിട്ട് പറയും. പിന്നെ ഒന്ന് നിർഗുണ ഭക്തി, അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു കൊടുത്തു. അവരുടെ രീതി എങ്ങനെയാ വെച്ചാൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഭക്തിയോഗോ ബഹുവിധോ മാർഗേർ ഭാമിനി ഭാവ്യതേ. പലതരത്തിലാണ് ഈ ഭക്തന്മാർ എന്നാണ്. ഒന്ന് താമസഭക്തിയാണ്. താമസഭക്തി എന്ന് പറഞ്ഞാൽ അമ്പലവാസി, അമ്പലത്തിൽ മാത്രം ഭഗവാൻ, അങ്ങനെയാണ് അവരുടെ രീതി. അമ്പലത്തിൽ മാത്രമേ ഉള്ളൂ, വിഗ്രഹത്തിലുണ്ട്. അമ്പലത്തിലെത്തുമ്പം മടക്കത്തൊക്കെ കഴിക്കും, അവിടെ എത്തിക്കഴിഞ്ഞ് തൊഴുതു നമസ്കരിക്കുകയൊക്കെ കഴിഞ്ഞു, പുറമെ അങ്ങോട്ട് ഇറങ്ങിയാൽ ഒന്നുമില്ല. ഇവരെയാണ് എന്ത് പറയുക? താമസഭക്തി എന്ന് പറയുക. വെറും അനുകരണം. ആരൊക്കെയോ കണ്ട് എന്തൊക്കെയോ ചെയ്യും, ഇതെന്തിനേ ചെയ്തു, അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇത് താമസഭക്തിയാണ്. കാര്യങ്ങളൊന്നും അറിയില്ല, ഇവർക്ക് മറ്റുള്ളവൻ നശിക്കണം എന്ന് പോലും ഉള്ള വിചാരം ഉണ്ടാവും. അതൊക്കെ ഭക്തിയാണോ? ഭക്തിയല്ല പറയണില്ല, അത്ര നല്ല ഭക്തിയല്ല. അത് താമസഭക്തിയായിട്ടാണ് കണക്കാക്കുക. പിന്നുള്ളത് രാജസഭക്തിയാണ്. അതേതുപോലെയാ? ഭൗതിക ലാഭത്തിനായിട്ട് ഭജിക്കുക. മകളുടെ കല്യാണം കഴിഞ്ഞില്ല, അത് തരാവണേ. ഭക്തി. കുട്ടലുണ്ടായില്ല, അത് തരാവണേ. ഇങ്ങനെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളെ കൊണ്ടുള്ള ഭക്തി. ശരിക്കും പറഞ്ഞതൊക്കെ ഭക്തിയാണോ? എനിക്ക് പണം കിട്ടണം, എനിക്ക് ജോലി കിട്ടണം എന്നൊക്കെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാന്റെ ഭക്തനാണോ പണത്തിൻ്റെ ഭക്തനാണോ? ജോലി കിട്ടണേ പറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാന്റെ ഭക്തനാണോ ജോലിയുടെ ഭക്തനാണോ? ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഭഗവാനെ കിട്ടണേന്ന് പ്രാർത്ഥിക്കണം, എന്നാ ഭഗവാന്റെ ഭക്തനാ. അതാണ് രാജസഭക്തി പറഞ്ഞാൽ. പേര് കിട്ടാൻ, പണം കിട്ടാൻ. അവർ ദാനധർമാദികളൊക്കെ ചെയ്യും. എന്തിനു വേണ്ടിയിട്ട് തന്നെ? എൻ്റെ പേര് എഴുതി വയ്ക്കുക വെച്ചാൽ ഞാൻ 100 റുപ്യ തരാം. അതാണ് രാജസഭക്തൻ. പിന്നുള്ളത് സാത്വിക ഭക്തിയാണ്. കേമം തന്നെയാണ്, മോശമൊന്നുമില്ല. അവർ വേദവിഹിതമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ഭക്തി ആദരവോടുകൂടി ചെയ്യും. പക്ഷേ ചെറിയൊരു കുഴപ്പം എന്താ വെച്ചാൽ ഞാൻ വേറെ ഭഗവാൻ വേറെ, ഈ ഭേദഭാവന അപ്പോഴും ഉണ്ട്. അതാണ് സാത്വിക ഭക്തിയുടെ ചെറിയൊരു പോരായ്മ. പിന്നുള്ളത് നിർഗുണ ഭക്തിയാണ്. അതാണ് വേണ്ടത്, അതാണ് ഏറ്റവും കേമം. അതെങ്ങനെയാ ചോദിച്ചാൽ ഇവിടെ പറയാണ്, എല്ലാവരും ഒരുപോലെ കാണുക. അനിമിത്ത ഭാഗവതി ഭക്തി. അതാണ് ഭാഗവതത്തിലെ ഭക്തിയുടെ ഡെഫിനിഷൻ. അനിമിത്ത, ഒരു കാരണവുമില്ല. നമ്മളൊക്കെ പല കാരണം കൊണ്ടാ. അനിമിത്ത, ഒരു കാരണവുമില്ലാണ്ട് ഭജിക്കണം. പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല. എന്തിനാ ഭക്തി? നിശ്ചയില്ല. ഭഗവാനോട് ഭക്തി. എന്തിനാ നാമം ജപിക്കണത്? ഒന്നും കിട്ടാനല്ല, ജപിക്കുക തന്നെ. അതിനെയാണ് എന്ത് പറയുക? അതിനാണ് നിർഗുണ ഭക്തി എന്ന് പറയുക. അതാണ് കേമം. അവരെങ്ങനെയാ? അഹൈതുകി. അവരുടെ ഭക്തി ഒരു കാരണവുമില്ല, ഒരിക്കലും നിന്നു പോവില്ല. നമ്മളെ ഭക്തിയൊക്കെ കുറച്ച് കാലമുണ്ട്. എന്തെങ്കിലും വിഷമം ജീവിതത്തിലുണ്ടായാൽ പലരും പറയണത് കേൾക്കാം, ഇത്രയും കാലം ഭജിച്ചിട്ട് എനിക്കിങ്ങനെയല്ലേ ഉണ്ടായത്, എൻ്റെ മകൾക്ക് ഇങ്ങനെ പറ്റിയില്ലേ, എൻ്റെ മകൻ ഇങ്ങനെ പറ്റിയില്ലേ, എനിക്കിങ്ങനെ പറ്റിയില്ലേ, ഞാൻ നിർത്തുകയാണ്, ഞാൻ ഉപാസന നിർത്തി, ഇത്രയും കാലം ഭാഗവതം കേട്ടിട്ട് ഇങ്ങനെയാണ് ഉണ്ടായത്. എന്നാൽ ഗജേന്ദ്രനെയൊക്കെ കണ്ടു പഠിക്കേണ്ടതാ. എത്ര യുഗങ്ങളാണ് അദ്ദേഹം ഭഗവാനെ ഭജിച്ചും കൊണ്ട് കഴിഞ്ഞത്. മുതലെങ്ങനെ പിടിമുറുക്കി താഴത്തേക്ക് വലിച്ചുകൊണ്ടിരിക്കുക, എന്നാലും നിർത്തിയോ? നിർത്തിയില്ല. ഭജിച്ചുകൊണ്ടിരിക്കണം. ഒന്നും കിട്ടാൻ വേണ്ടി ഭജിക്കരുത്. ഭജിക്കണത് എൻ്റെ സ്വഭാവമാണ്. വെള്ളം ഒഴുകുന്നുണ്ട്, എന്തിനാ വെള്ളത്തിനോട് ചോദിച്ചു നോക്കൂ, എന്താ ഈ താഴോട്ട് ഒഴുകണത്? എൻ്റെ സ്വഭാവം അങ്ങനെയാണ്, താഴോട്ട് ഒഴുകുക, മുകളിലേക്ക് ഒഴുകലല്ല. അതുപോലെ തന്നെ എന്തിനാ ഭജിക്കണത്? ഒന്നും കിട്ടാനല്ല, എൻ്റെ സ്വഭാവം ഭജിക്കലാണ്, അതുകൊണ്ട് ഞാൻ ഭജിക്കുന്നു. ഭജ് സേവായാം. ഭഗവാനെ സേവിക്കുക. എന്തിനാ? ഒന്നിനുമല്ല, സേവിക്കുക. അതിന് തന്നെയാണ് ഭക്തി എന്ന് പറയുക. അപ്പം ജീവിതത്തിൽ ഇവിടെ ലോകത്ത് ജീവിക്കുമ്പോൾ എന്ത് ചെയ്യണം? അതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. മഹതാം ബഹുമാനേന. ലോകത്തിൽ 3 കൂട്ടരേ ഉള്ളൂ. ഒന്ന് നമ്മളെക്കാളും പ്രായം കൂടിയവർ, നമ്മളെക്കാളും വിവരം കൂടിയവർ, അവരെ ബഹുമാനിക്കുക. മഹതാം ബഹുമാനേന ദീനാനാം അനുകമ്പയാ. പിന്നെ നമ്മളെക്കാളും പ്രായം കുറഞ്ഞവർ, അത്ര വിവരമില്ലാത്തവർ, അവരുടെ ഒരു അനുകമ്പ നമ്മളെ പോലെ തന്നെ ആക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെയോ മൈത്രിയാ ചൈവ ആത്മതുല്യേഷു. പിന്നെ നമ്മുടെ തുല്യന്മാർ, നമ്മളതേ പ്രാപ്തിയുണ്ട്, വിവരമുണ്ട്, നമ്മളെത്ര തന്നെ വിവരം, നമ്മളെത്ര തന്നെ പ്രായം, അവരോട് എന്ത് ചെയ്യുക? ഒരു മൈത്രി ഭാവത്തിൽ. ഇത്രയല്ലേ, കഴിച്ചു കൂട്ടാൻ വല്ല പ്രയാസമുണ്ടോ?
കേവലം മോക്ഷം കിട്ടാനുള്ളൊരു ഗ്രന്ഥം മാത്രമല്ലത്. ആചാര്യം പറയും, യശസേ അർത്ഥകൃതേ വ്യവഹാരവിദേ ശിവേതരക്ഷതയെ. പലതും പറയും. കാവ്യമാണെങ്കിലും പുരാണാണെങ്കിലും ഒക്കെ പഠിക്കുന്നത് എന്തിനാ? പല നേട്ടങ്ങളുണ്ട്. യശസേ, നല്ല പ്രശസ്തി കിട്ടും, നാലാൾ കേൾക്കുമല്ലോ, കാണും, പേരോർമ്മിക്കും, പ്രശസ്തി കിട്ടും, ശരി തന്നെ. അർത്ഥകൃതേ, ചിലപ്പോൾ എന്തെങ്കിലും ചില്ലാനും കിട്ടും. മാത്രമല്ല വ്യവഹാരവിദേ, അവിടെയാണ് കാര്യം. വ്യവഹാരത്തിൽ ഉപയോഗിക്കാം, എങ്ങനെ പെരുമാറണം അത് പഠിക്കാം. അതൊക്കെ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ രാമായണം വായിച്ചു കഴിഞ്ഞാൽ രാമനെപ്പോലെ ആവണം, രാമാധിപത് വർത്തിതവ്യം എന്നെ രാവണാധിപത്ത്. രാമനെപ്പോലെ ആവണം, രാവണനെപ്പോലെ ആവരുത്, അത് പഠിക്കണില്ലേ? അങ്ങനെ വ്യവഹരിക്കാൻ പഠിക്കണം. ജീവിതത്തിൽ എങ്ങനെ മുതിർന്നവരോട് പെരുമാറണം, സമൂഹത്തിൽ ഇറങ്ങുമ്പം എങ്ങനെ പെരുമാറണം, ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതും കൂടി ഇവിടെ പറയാണ്. ഭഗവാൻ പിന്നെയും പറയാണ്, ചിലരുണ്ട് കേമായിട്ട് യാഗയജ്ഞാദികളൊക്കെ ചെയ്യും, ധാരാളം പണം ചെലവഴിക്കും, എന്നാലും പാവപ്പെട്ട് വിശന്നും കൊണ്ട് ഒരാൾ വന്നിട്ട് ലേശം ഭക്ഷണം തരുമോ, വിശക്കുണ്ടെന്ന് പറഞ്ഞാൽ കൊടുക്കില്ല. കർമ്മഫലം അനുഭവിക്കട്ടെ, കൊടുക്കില്ല. അങ്ങനെയുള്ളവർ ഈ ഹോമിക്കണതൊക്കെ എന്താ, ഏതുപോലെയാ? ഭസ്മന്യേവ ജുഹോതി സഹ, ഭസ്മത്തിൽ ഹോമിക്കണ പോലെയാ. വെണ്ണീരിൽ ഹോമിച്ച കാര്യമുണ്ടോ? അവിടെ കിടക്കുന്നല്ലാതെ. അതുപോലെയാണ് അവരുടെ ഹോമം. സഞ്ചരിക്കുന്ന ദേവാലയങ്ങളെ കാണണം, പാവങ്ങൾക്ക് അവരെ ശുശ്രൂഷിക്കണം, അവർക്ക് വേണ്ടത് കൊടുക്കണം, സജ്ജനങ്ങളെ സേവിക്കണം, അതാണ് വേണ്ടത്. നരസേവ നാരായണ സേവ. ഭഗവാനെ ഭജിക്കൽ, സജ്ജനങ്ങളെ ശ്രദ്ധിക്കൽ തന്നെയാണ്. പാവങ്ങളെ നോക്കുക, ഇതൊക്കെ ഭഗവത് ഭജനം തന്നെയാണ്. അല്ലാതെ പാവങ്ങളെ അറിയണില്ല, എന്നിട്ട് ഭഗവാനെ കാണാൻ തരാമല്ലോ പറഞ്ഞ് വിലപിക്കുകയാണ്. അടുത്തു നിൽപ്പോരനുചര നോക്കാൻ അക്ഷികളില്ലാത്തോർ കരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താ ആശ്ചര്യം. അടുത്തിരിക്കുന്ന ആളുടെ വിശപ്പ് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, ഇയാൾക്ക് പിന്നെ ഈശ്വരനെ മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല, സംശയമില്ല എന്നാണ്. അതുകൊണ്ട് എൻ്റെ ഭക്തന്മാർ, നിർഗുണ ഭക്തന്മാർ, അവരെങ്ങനെയാ? അവർ മനസൈതാനി ഭൂതാനി, എല്ലാവരെയും ഭഗവാനായിട്ടാണ് കണക്കാക്കുക. ഭൂതേഷു മദ്ഭാവനയാ, സകല ജീവജാലങ്ങളെയും ഞാനായിട്ട് കണക്കാക്കും, ഈശ്വരനായിട്ട് കണക്കാക്കും. എല്ലാവരോടും ബഹുമാനം, നല്ല വിനയം ഉണ്ടാവും. അവർ മനസ്സുകൊണ്ട് ഏതാനി ഭൂതാനി പ്രണമേത് ബഹുമാനയൻ, അവരെല്ലാവരെയും പ്രണമിക്കും, നമസ്കരിക്കും. മനസ്സുകൊണ്ടേ വേണ്ടൂ. ശരീരം കൊണ്ട് ഇപ്പം നമസ്കരിക്കാൻ പറ്റുമോ? ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്, എല്ലാവരുടെ ഉള്ളിലുള്ളത് ഈശ്വരൻ തന്നെയാണ്. ഞാൻ നമസ്കരിക്കാൻ പുറപ്പെട്ടാലോ? പ്രയാസ. അതുകൊണ്ട് മനസാ ഏതാനി ഭൂതാനി, മനസ്സുകൊണ്ട് നമസ്തേ, എല്ലാവർക്കും നമസ്കാരം. മനസ്സുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം പറയുക, നമസ്കാരം കൊടുക്കുക, അത്രേ വേണ്ടൂ. അങ്ങനെയാണ് അവരുടെ രീതി എന്ന് പറഞ്ഞ് ഭക്തിയോഗത്തെ അവിടെ ഭംഗിയിൽ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ജ്ഞാനയോഗത്തെയാണ് പറയുന്നത്. ശുദ്ധമായിട്ടുള്ള മനസ്സിൽ ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ജ്ഞാനം തെളിയും. ജ്ഞാനയോഗം അതിൽ ഭാഗവത്തിൽ പറയണത് സാഖ്യം എന്നാണ്. സാഖ്യവും ജ്ഞാനമൊക്കെ ഒന്ന് തന്നെ. സമ്യക് ഖ്യായതേതി സാഖ്യ, നല്ല രീതിയിൽ അറിയേണ്ടത് എന്നർത്ഥം. സംഖ്യയായിട്ട് ബന്ധപ്പെട്ടതെന്നും അർത്ഥമുണ്ട്. സാഖ്യം, ജ്ഞാനം, അറിവിൻ്റെ രീതി അപഗ്രഥിച്ച് പഠിക്കല, കാരണം അന്വേഷിച്ച് അങ്ങനെ പോവുക, അതാണ് അപഗ്രഥന രീതി. അതിന് വേണ്ടത് ബുദ്ധി, കഴിവ്, ഗവേഷണ തത്പരത, ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ജ്ഞാനം എളുപ്പമാവും. എന്ത് കണ്ടാലും അതിൻ്റെ പിന്നിലേക്ക് ആലോചിക്കുക, ഇത് വാസ്തവത്തിൽ എന്താ. ഒരു സാധനം കണ്ടു, ഇവിടെ വിളക്ക് കണ്ടു, വിളക്കെന്താ? ആലോചിച്ച് നോക്കുക. വിളക്ക് എന്ന് പറയണത് എന്താ? അതൊരു നാമമാണ്, ഒരു പേരല്ലേ വിളക്ക്. അതെന്തിനെ ഞാൻ വിളിക്കണു? അതിൻ്റെ ആകൃതിയെ ഞാൻ അങ്ങനെ വിളിക്കുന്നു എന്നേ ഉള്ളൂ. ശരിക്കത് വിളക്കാണോ? ഞാനിട്ടതല്ലേ വിളക്കെന്ന്. ഇനി ആകൃതി മാറ്റി അവിടെ ഒരു ഉരുളിയാക്കി വെച്ചാൽ നമ്മളെന്താ പറയുക? വിളക്കെന്ന് പറയുമോ? അപ്പോൾ പേര് മാറി ഉരുളി എന്നായി. ആ ഉരുളി എന്ന് പറയാൻ കാരണം എന്താ? അതിൻ്റെ വായ വലുതും വയറ് ചെറുതും ആയതുകൊണ്ട് അതിനെ ഉരുളി എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പം വായ ചെറുതും വയറ് വലുതും ആയാലോ ചെപ്പുവടം എന്ന് പറയും. പേര് മാറിയല്ലോ. ശരിക്കിതെന്താ? ഇതൊക്കെ നാമവും രൂപവും. വാസ്തവത്തിൽ അതെന്താ? അത് ഓടാണ്. ഇപ്പം സത്യവസ്തു ഓടല്ലേ? അതെ. ഇവിടെ ഇപ്പം എന്താ ഉള്ളത് ചോദിച്ചാൽ, ഞാൻ വിളക്കുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ സത്യമല്ല പറഞ്ഞത്. കാരണം നാളെ ഇത് ഉരുളിയാക്കി വെച്ചാൽ ഇവിടെ വിളക്കുണ്ടോ ചോദിച്ചാൽ ഞാൻ എന്ത് പറയണം? ഇല്ല, വിളക്കില്ല, നേരെ മറിച്ച് ഉരുളിയേ ഉള്ളൂ എന്ന് പറയണം. അത് മാറ്റി കിണ്ടിയാക്കി വെച്ചാലോ ഞാൻ പറയണം എന്ത്? ഉരുളി പോയി, ഇപ്പം കിണ്ടിയാണ്. നേരെ മറിച്ച് ആദ്യം തന്നെ ചോദിച്ചു, ഞാൻ പറഞ്ഞു ഇവിടെ ഓടുണ്ട്,
പിന്നേക്ക് മാറ്റണ്ട. ഇത് വിളക്കായാലും ഓടുണ്ട്, ഉരുളി ആയാലും ഓടുണ്ട്. അത് സത്യമാണ്. ഇതാണ് വിഷയം. അതിൻ്റെ അടിസ്ഥാനം കാണുക. ഇതാണ് അറിവിൻ്റെ രീതി. അപഗ്രഥിച്ച് പഠിക്കുക. ഈ പ്രപഞ്ചത്തെ നോക്കിക്കാണുക. ഇത് എവിടെ നിന്നുണ്ടായി, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നു, ഇതൊക്കെ എവിടേക്കാണ് ചെന്ന് ലയിക്കുന്നത്, അത് മനസ്സിലാക്കുക. അതാണ് ബ്രഹ്മം. യതോവാ ഇമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി തത് വിജിജ്ഞാസസ്വ തത് ബ്രഹ്മേതി. ഉപനിഷത്തിൽ ആചാര്യനോട് ചോദിക്കുക ശിഷ്യൻ, എന്താ ഗുരുനാഥ ഈ ബ്രഹ്മം ബ്രഹ്മം എന്ന് പറയണത്? കുറെ കേട്ടിട്ടുണ്ട്, എന്താ ഇഷ്ടമില്ല? പറഞ്ഞു, ഒന്നുമില്ല, പറയണത് പോലെ ഒന്നുമില്ല. എന്തേ ഉള്ളൂ? യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ. ഇവിടെ പലതും കാണുന്നില്ലേ? കുറേ മനുഷ്യരെ കാണുന്നുണ്ട്, ജീവജാലങ്ങളെ കാണുന്നുണ്ട്, സസ്യങ്ങളെ കാണുന്നുണ്ട്. ഇതൊക്കെ ഇവിടുന്ന് ഉണ്ടായി. ഇതൊക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ. അതിനെന്തേ കാരണം? നമ്മൾ നിലനിർത്തല്ല ആണോ? ഇതൊക്കെ നമ്മളെ ഇച്ഛയ്ക്കനുസരിച്ച് നടക്കുകയാണോ? ഒന്നുമല്ല. ഒന്നും നമ്മളെ ഇച്ഛയ്ക്കനുസരിച്ച് നടക്കല്ല. അതാട്ടോ സത്യം. ഒന്നും നമ്മളെ ആഗ്രഹത്തിനനുസരിച്ച് നടക്കല്ല. ചിലതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ചിലർ വിചാരിക്കും, എന്നാൽ ചിലതൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഉണ്ട്. എന്താ കാരണം? ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് നമ്മളും ആഗ്രഹിച്ചു, അപ്പം നടക്കുന്നുണ്ട്. കൈ ഉയർത്തണമെന്ന് വിചാരിച്ചു, ഭഗവാൻ വിചാരിച്ചുകൊണ്ട് പൊന്തി. ഇത്രയേ ഉള്ളൂ. അതല്ലാണ്ട് നമ്മൾ ഇച്ഛയ്ക്കനുസരിച്ച് നടക്കുകയാണെങ്കിൽ എല്ലാം നടക്കണം. എല്ലാം തരാവാറുണ്ടോ? ഞാൻ വിചാരിച്ചതുപോലെയൊക്കെ നടന്നുള്ളൂ. ഒന്നുമല്ല, കുറേശ്ശൊക്കെ തെറ്റും. അതാണ് വിഷയം. അതുകൊണ്ട് ഇത് ആരുടെ ഇച്ഛയ്ക്കനുസരിച്ച് നടക്കുകയാണ്? ഈ ജീവജാലങ്ങളൊക്കെ ഇവിടെ ഉണ്ടായി, കുറച്ചു കാലം നിലനിൽക്കുന്നുണ്ട്, അത് വളരുന്നുണ്ട്. ഇതൊക്കെ എങ്ങോട്ടാണ് പോണത്? നമ്മൾ തന്നെ ഉണ്ടായി, അമ്മയുടെ ഗർഭത്തിലുണ്ടായി. ഇപ്പോൾ പേരെന്താ ചോദിച്ചു നോക്കും, നമ്മളെന്താ പറയുക? അവരുടെ പേര് പറയും. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഹരി എന്നാണ് പേര് എന്ന് പറയും. ആരാ ഹരി? ഞാൻ ഹരിയാണോ? ആലോചിച്ച് നോക്കൂ, ഞാൻ ഹരിയാണോ? എനിക്ക് അച്ഛൻ പേരിട്ടപ്പോഴല്ലേ ഞാൻ ഹരിയായുള്ളൂ. അതിൻ്റെ മുന്നേ ഞാനില്ലേ? ഉണ്ട്. അപ്പം മനുഷ്യക്കുട്ടിയായിട്ട് ഞാനുണ്ട്. അപ്പം എന്താ, ആരാ ചോദിച്ചാൽ എന്താ പറയുക? മനുഷ്യക്കുട്ടിയാണെന്ന് പറയേണ്ടി വരും. ശരിക്കും ചോദിച്ചാൽ അതിൻ്റെ മുന്നേ ഞാനില്ലേ? അമ്മയുടെ ഗർഭത്തിൽ ഞാനില്ലേ? അതിൻ്റെ മുന്നേ ഞാനില്ലേ? അച്ഛൻ്റെ രക്തത്തിൽ ഞാനുണ്ട്. ഇനി പിന്നോട്ട് ആലോചിച്ച് നോക്കൂ, ഞാനിവിടെ ഉണ്ട് എപ്പോഴും. ആ രൂപത്തിലായി, ഇപ്പോഴത്തെ ഈ രൂപത്തിലുണ്ട്. ഈ രൂപം എപ്പോഴും ഉണ്ടോ? കുറച്ചും കൂടി അങ്ങോട്ട് കഴിഞ്ഞാൽ ആകെ മാറും. ചിലരൊക്കെ പണ്ടത്തെ ഫോട്ടോ എടുത്ത് കാണിക്കുന്നത് കാണാം. 70 വയസ്സായി, 5 വയസ്സായിട്ടുള്ള ഫോട്ടോ എടുത്ത് കാണിക്കും. ഇതാരാ? ഇത് ഞാനാ. ഒരു ബന്ധവുമില്ല. ആ ഞാനേ അല്ല, വ്യത്യാസമുണ്ട്. ആ തൊലിയൊക്കെ മാറിയിട്ടുണ്ട്, ആ രൂപം മാറി. ആ മനസ്സൊന്നുമല്ല. ആ മനസ്സാപ്പുള്ളത് അന്നത്തെ ബുദ്ധിയാണോ? ഒന്നുമല്ല, ഒക്കെ മാറിയിട്ടുണ്ട്. എന്നാലും ഞാൻ മാറ്റല്ല. അത് വയസ്സ് ബാധിക്കുന്നില്ല. ആരാ ചോദിച്ചാൽ എന്താ പറയുക നിങ്ങളൊക്കെ? ഞാനാന്നാ പറയുക അല്ലേ? ആരാ? ഞാനാ. 5 വയസ്സായ കുട്ടി 5 വയസ്സായിട്ടുള്ള ഞാനാ എന്ന് പറയുമോ? ഏയ്. 50 വയസ്സായിട്ടുള്ള അമ്മ 50 വയസ്സായിട്ടുള്ള ഞാനാന്ന് പറയില്ല. അതൊക്കെ ആർക്കാ? ശരീരത്തിനാ. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ പ്രകൃതി, പുരുഷൻ ഇങ്ങനെ രണ്ടായിട്ട് കണക്കാക്കുക. ശരിക്കും ഒന്നേ ഉള്ളൂ, എന്നാലും ആദ്യം രണ്ടായിട്ട് കണക്കാക്കുക. അപഗ്രഥിച്ചറിയണം. ഈ പ്രപഞ്ചത്തെ ശ്രദ്ധിക്കുക. ഈ പ്രപഞ്ചത്തെ അപഗ്രഥിച്ച് നോക്കിയാൽ മനസ്സിലാവും 24 തത്വങ്ങളെ കൊണ്ടാണ് ഈ പ്രകൃതിയെ ഉണ്ടാക്കിയത്. പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യഭിഹൃതഭിദശാക്ഷി പുരുഷ പഞ്ചവിംശ. ഇങ്ങനെ 25 തത്വങ്ങൾ, 5 ഭൂതങ്ങൾ. ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ഭവിച്ചതൊക്കെ ഭൂതങ്ങളാണ്. 5 പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം. ഇങ്ങനെയാണ് പറയുക. ആകാശം. തസ്മാത് വായതസ്മാദാത്മനഃ ആകാശസംഭൂത. ആ ഭഗവാനിൽ നിന്ന് ആകാശം ഉണ്ടായി. ആകാശാത് വായുഹു. ആകാശത്തിൽ നിന്ന് വായു ഉണ്ടായി. വായോരഗ്നിഹി. വായുവിൽ നിന്ന് അഗ്നി ഉണ്ടായി. അഗ്നേരാപഹ. അഗ്നി നിന്ന് ആപഹ. ജലം ഉണ്ടായി. അദ്ഭ്യഃ പൃഥിവി. ആ ജലത്തിൽ നിന്ന് ഭൂമി. ഇങ്ങനെ 5 ഭൂതങ്ങൾ. പൃഥിവി, അപ്പ്, ജലം, തേജസ്, അഗ്നി, വായു, ആകാശം. ഈ 5 ഭൂതങ്ങൾ. പിന്നെയോ 5 തന്മാത്രകൾ. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്, വാക്ക്, പാണി, പാദ, പായു, ഉപസ്ഥ. ആകെ എത്രയായി? 20 ഇല്ലേ? 20 എണ്ണായി. പിന്നെയോ മനസ്സ് 21.
പിന്നെ അഹംതത്വമാണ്. ആ അഹന്തത്വത്തെ മൂന്നായിട്ട് പറയും: സാത്വിക അഹന്തത്വം, രാജസാഹന്തത്വം, താമസാഹന്തത്വം. അപ്പം എത്രയായി? 24. ഇതാണ് പ്രകൃതി. ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ സമഷ്ടിയാണ്. ഇതിൻ്റെയൊക്കെ വ്യഷ്ടിരൂപമാണെന്ത്? നമ്മൾ ഓരോരുത്തരും. ഈ പ്രകൃതിയിലുള്ളത് തന്നെയാണ് നമ്മളിലുള്ളത്. അത് വ്യഷ്ടിഭാവത്തിൽ നമ്മളുണ്ട്, പ്രപഞ്ചത്തിൽ സമഷ്ടിയായിട്ട്. ഈ പ്രപഞ്ചത്തെ പഠിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മളെ പഠിച്ചാൽ മതി, എളുപ്പമാണ്. ഈ 24 തത്വങ്ങളുണ്ടെങ്കിലും ചലിക്കില്ല. ചലിക്കാനായിട്ട് എന്ത് വേണം? പുരുഷൻ്റെ സഹായം വേണം. അതാണ് പുരുഷ പഞ്ചവിംശ. ആ പുരുഷൻ എന്ന് പറയും സാങ്കേത്തിൽ നമ്മൾ ഈശ്വരെന്നും ബ്രഹ്മെന്നും ചൈതന്യെന്നും ബോധമെന്നും ഒക്കെ പറയും. ഇത്രയേ ഉള്ളൂ. അതാണ് +1. അത് കൂടിക്കഴിഞ്ഞാൽ അത് ചേതനമാവും. അപഗ്രഥിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഈ 5 ഭൂതങ്ങളിൽ ഏതാണ് നമ്മളെ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ളത്? പൃഥിവി, മണ്ണ്, ജലം, അഗ്നി, വായു, ആകാശം. അതിലേറ്റവും സ്ഥൂലമായിട്ടുള്ളത് ഏതാ? മണ്ണാണ്, പൃഥിവിയാണ്. ഈ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് മണ്ണാണ്. ഈ ശരീരമൊക്കെ മണ്ണാണ്. ഇത് മണ്ണിൽ നിന്നുണ്ടായതാണ്, മണ്ണിലേക്ക് പോവും. അതുകൊണ്ട് ആചാര്യസ്വാമികൾ രസമായിട്ട് പറയുന്നുണ്ട്, മൃത്തികേത്യവ സത്യം. ഇവിടെ എന്താ സത്യമായിട്ടുള്ളത് ചോദിച്ചു. അണ്ടിയാണോ മാവാണോ, ഏതാ സത്യം? അദ്ദേഹം പറഞ്ഞു, രണ്ടും കുറച്ച് കഴിഞ്ഞാൽ മണ്ണാവും. മൃത്തികേത്യവ സത്യം. അതുകൊണ്ട് മണ്ണാണ് സത്യം എന്നാണ്. ഈ ശരീരം മണ്ണല്ലേ? ഈ ശരീരം വളർന്ന് വലുതാവേണ്ടത് എന്തുകൊണ്ടാ? ഭക്ഷണം കഴിക്കണോണ്ടാ. ഈ ഭക്ഷണം എവിടുന്ന് കഴിച്ചു? അന്നം കഴിക്കുകയാണ്. അന്നം എങ്ങനെ ഉണ്ടായി? നെല്ല്. ആ നെല്ലെങ്ങനെ ഉണ്ടായി? വിത്ത് വിതച്ചു. എവിടെ വിതച്ചു? മണ്ണിൽ വിതച്ചു. വിത്തൊന്നേ വിതയ്ക്കണുള്ളൂ, ഒരൊറ്റൊന്നേ ഉണ്ടാവുള്ളൂ. ഒരു നെൽമണിയാണോ ഉണ്ടാവാറ്? അല്ല, അനവധിയാവണുണ്ട്. ഈ അനവധിയാക്കിയതാരാ? മണ്ണാണ്. ഊർജം, എനർജി എന്നൊക്കെ പറയും, ആയിക്കോട്ടെ. എന്നാലും അതൊക്കെ ആരെയാക്കി? നമ്മളാക്കിയതല്ല. ഇതെങ്ങനെ ഉണ്ടായി? വാചാരംഭണം വികാരോ നാമധേയ മൃത്തികേത്യവ സത്യം. അതൊക്കെ മണ്ണിൻ്റെ വികാരമാണ്. അതുതന്നെയാണ് നമ്മളും. ഇതൊക്കെ കഴിഞ്ഞാൽ മണ്ണിലേക്ക് തന്നെയാണ് പോവുക. അതുകൊണ്ട് മണ്ണാണ് കൂടുതലുള്ളത്. പ്രത്യേകം പറയണ്ടല്ലോ, ആ മണ്ണ് നമ്മളിലുണ്ട്. പിന്നെന്താ? പിന്നെ ജലല്ലേ? 75% ജലമുണ്ട് എന്നാണ് ഒരു മനുഷ്യനിൽ. ചെറിയ കുട്ടികളിൽ അധികം ഉണ്ടാവും, വലിയ ആളുകളിൽ 50% ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ അത് നഷ്ടപ്പെടും. അപ്പോഴാണ് നമ്മളെന്ത് പറയുക? ദാഹിക്കുന്നു പറയണ്ടല്ലോ. കുറച്ച് വെള്ളം കിട്ടിയ തിരക്കടില്ല. ജലാംശം ഉള്ളെന്ന് കുറയുമ്പം വെള്ളം വേണം തോന്നും. ആ വെള്ളം തന്നെയാണ് രക്തമായിട്ട് നിൽക്കുന്നതും. മുറി പറ്റി രക്തം വാർന്നു പോകുമ്പോൾ ദാഹം വരും. വേഗം വെള്ളം കൊടുക്കൂ പറയണില്ലേ? ആ രക്തം പോയി അതിന് പകരം വെള്ളം കൊടുക്കുക. അപ്പോൾ രക്തം നമ്മളിലുണ്ട്, വെള്ളം, ജലാംശം നമ്മളിലുണ്ട്. അത് സത്യമാണ്. എങ്ങനെയാണ് അപഗ്രഥിച്ചറിയുക? വെള്ളം ഉണ്ട്, മനസ്സിലായി. പിന്നെന്താ? അഗ്നിയില്ലേ? അഗ്നി എന്താ സംശയം? 8:30 കാപ്പി പിടിച്ചു, അത് ദഹിച്ചു. 12:30 വരെയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വിശക്കുന്നുണ്ട്. എന്താ കാരണം? ഉള്ളുന്ന് ദഹിപ്പിക്കുകയാണ്. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാപ്നുയാത്. ജഠരാഗ്നി ഉള്ളിലുണ്ട്. ഈ കഴിക്കണതൊക്കെ ദഹിക്കുന്നുണ്ട്. അതിന് കാരണം എന്താ? അഗ്നി ഉള്ളിലുള്ളത് കൊണ്ടാണ്. അപ്പോൾ അഗ്നിയും എവിടെ ഉണ്ട്? ഈ ശരീരത്തിലുണ്ട്. പൃഥിവി, അപ്പ്, തേജസ്. ഇനി വായുല്ലേ? പ്രാണ, അപാന, വ്യാനോദാന. 5 കണക്കാക്കും വായുവിനെ. ശ്വാസം വലിക്കണില്ലേ? വായു ഉണ്ടോ ഇല്ലേ പറയേണ്ട ആവശ്യമുണ്ടോ? ദിവസവും വലിച്ചു വിടണുണ്ട്. എത്ര കണക്കുണ്ടോ? ഒന്നുമില്ല. അങ്ങനെ ഇതൊക്കെ ആരാ നിയന്ത്രിക്കണോ? അതാ രസം. നമ്മൾ നിയന്ത്രിക്കുകയാണോ? ശ്വാസം വലിക്കട്ടെ, കണ്ണടക്കിടയ്ക്ക് ഇങ്ങനെ ചിമ്മി പോകണില്ലേ? നമ്മൾ നിയന്ത്രിക്കുക, കണ്ണ് ചിമ്മട്ടെ എന്ന്? ഇല്ല. ചിലരുടെ ഉറങ്ങിപ്പോണുണ്ട്. പ്രാർത്ഥിച്ചു വരികയാണോ? ഭാഗവതം കേട്ട് ഉറങ്ങാൻ തരാവണേ എന്ന് പ്രാർത്ഥിച്ചു വരികയല്ല, പക്ഷേ ഉറങ്ങിപ്പോണുണ്ട്. ഇതാരാ നിയന്ത്രിക്കണത്? നമ്മളാ? അല്ല, അതൊക്കെ ഈശ്വരനാണ്. അയാളെയാണ് പുരുഷൻ എന്ന് പറയണത്. ഇത്രയേ ഉള്ളൂ. അപ്പം വായു നമ്മുടെ ഉള്ളിലുണ്ട്. പിന്നെ ആകാശം ഇല്ലേ? സ്പേസ് ഉള്ളിലില്ലേ? വായു സഞ്ചരിക്കണില്ലേ? അപ്പം ഇടയ്ക്ക് ഗ്യാപ്പ് വേണ്ടേ? നല്ല സഞ്ചരിക്കുള്ളൂ. അപ്പം ആകാശവും നമ്മുടെ ഉള്ളിലുണ്ട്. 5 ഭൂതങ്ങളും അവിടെ ഉണ്ട്. അത് ശ്രദ്ധിക്കേ വേണ്ടൂ. 5 ഭൂതങ്ങൾ, 5 തന്മാത്രകൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, സാത്വികാഹങ്കാരം, താമസാഹങ്കാരം, രാജസാഹങ്കാരം, 24. പിന്നെതാ പുരുഷൻ. പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യഭിഹൃദഭിദശാക്ഷി പുരുഷ.
പഞ്ചവിംശ. ഇങ്ങനെ 25 തത്വങ്ങളെ കൊണ്ടാണ് ഈ പ്രകൃതി ഉണ്ടാക്കിയത്. അതിലെ നമുക്ക് പറ്റണ ദുഃഖത്തിനൊക്കെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പുരുഷനെ അറിയാതെ പ്രകൃതിയെ ഞാനായിട്ട് ധരിക്കുന്നത് കൊണ്ടാണ്. ഇത്രയേ ഉള്ളൂ. പ്രകൃതിയെ ഞാനായിട്ട് ധരിക്കുകയാണ്. ഈ ശരീരം ഞാൻ എന്ന് കരുതിയാൽ ദുഃഖത്തിന് കാരണമാണ്. നമ്മൾ പറയുക ഞാനിരിക്കുന്നു, ഞാൻ നടക്കണു, ഞാൻ നിൽക്കുന്നു എന്നൊക്കെയാണ് പറയുക. വാസ്തവം പറഞ്ഞാൽ അതൊക്കെ പ്രകൃതിയുടെ ധർമ്മമാണ്, ശരീരത്തിൻ്റെ ധർമ്മമാണ്. ഞാൻ എന്താ പറയേണ്ടത്? എൻ്റെ ശരീരം നിൽക്കുന്നു, എൻ്റെ ശരീരം നടക്കുന്നു, ഇങ്ങനെയാണ് പറയേണ്ടത്. അത് പറയാൻ പോകണ്ട, പ്രാന്താ വിചാരിക്കും. എന്നാലും മനസ്സിലാക്കണം, ഇതൊക്കെ ജഡമാണ്. പ്രകൃതി പറഞ്ഞാൽ ജഡമാണ്, അത് അചേതനമാണ്. പുരുഷനോ ജഡമല്ല, അത് ചൈതന്യമാണ്, ചേതനമാണ്. ഇത് തിരിച്ചറിയായാണ് ഇവിടെ ദുഃഖത്തിന് കാരണമാവണത്. എനിക്ക് വിശക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. ദാഹം വിശപ്പൊന്നും എൻ്റെ ധർമ്മമല്ല. പിന്നെയോ അതൊക്കെ പ്രാണൻ്റെ ധർമ്മമാണ്. പ്രാണൻ്റെ ധർമ്മം എന്നിൽ ആരോപിച്ചിട്ട് ഞാൻ പറയും എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്ക് ദാഹിക്കുന്നുണ്ടെന്ന്. എനിക്ക് വിശപ്പുമില്ല, ദാഹവുമില്ല. ഞാൻ എന്ന് പറയാറുണ്ട് നമ്മൾ ഈ ശരീരത്തെയാ. എനിക്ക് വേദനയായി, എനിക്ക് വേദനയൊന്നും ആവില്ല. ശരിക്കൊന്ന് ആലോചിച്ച് നോക്കൂ. എൻ്റെ എന്ന് പറയുന്നുണ്ട് ഈ ശരീരത്തെ. ശരിക്കിത് ഞാനാണോ? അപ്പം എൻ്റെ ശരീരം എന്നല്ലേ പറയണത്. എൻ്റെ ശരീരം എങ്ങനെ ഞാനാവുക? ഈ ശരീരം ഞാനാണെങ്കിൽ ഇതിലേത് ഭാഗമാണ് ഞാൻ? കൈയാണോ, കാലാണോ, തലയാണോ, കണ്ണാണോ? കണ്ണൊന്നും ഇല്ലാത്തവർ ജീവിക്കണ്ടല്ലോ, കാലില്ലാത്തവർ ജീവിക്കണ്ടല്ലോ, കൈയില്ലാത്തവർ ജീവിക്കണ്ടല്ലോ. ഇവരുടെ ഓരോരോ ഭാഗങ്ങൾ ഇല്ലാണ്ടാവുമ്പോഴും അവർ പറയണ്ടോ പകുതി ഞാൻ പോയിട്ടോ? ഞാൻ എന്നുള്ള ഭാവത്തിലെ പകുതി പോയി എന്ന് പറയണില്ല. ഞാൻ പൂർണ്ണനാ. അരയ്ക്ക് കീഴ്പോട്ടില്ലാത്തവരുണ്ട്, അവർ പറയണ്ടോ പകുതി ഞാൻ. ഞാൻ പൂർണ്ണനാ. അപ്പം ഞാൻ കയ്യും കാലും ഒന്നല്ല. എൻ്റെ കയ്യ് എൻ്റെ കാലെന്ന് പറയുന്നുണ്ട്, എൻ്റെ വാച്ച് എൻ്റെ പുസ്തകം എന്ന് പറയുന്നുണ്ട്. പുസ്തകം ഞാനാണോ, വാച്ച് ഞാനാണോ? അല്ല. അപ്പം എൻ്റെ കയ്യ് എൻ്റെ കാല്, കൈ ഞാനല്ല, കാല് ഞാനല്ല, എൻ്റെ ശരീരം ഞാൻ ശരീരമല്ല. പിന്നെ ഞാൻ ആരാ? മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാഹം ന ച ശ്രോത്ര ജിഹ്വേ ന ച ഘ്രാണ നേത്രേ ന ച വ്യോമ ഭൂമിർന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഇങ്ങനെ നിഷേധിച്ചറിയുക. ഇതാണ് ജ്ഞാനത്തിൻ്റെ രീതി. നിഷേധശേഷോ ജയദാദശേഷ. നിഷേധിക്കുക. അത് ഞാനല്ല, മനസ്സ് ഞാനല്ല, ബുദ്ധി ഞാനല്ല, അഹങ്കാരം ഞാനല്ല. ഈ ശരീരം ഞാനാണോ? അതും ഞാനല്ല. അങ്ങനെ നിഷേധിച്ച് പോകുമ്പോൾ ഒന്ന് അവശേഷിക്കും. അത് പിന്നെ കാണിച്ചു തരേണ്ട ആവശ്യമില്ല, അത് ബോധ്യാവും. അതാണ് അഹം ശിവോഹം ശിവോഹം. ഇതാണ് ജ്ഞാനത്തിൻ്റെ രീതി. അത് അവിടെ ബോധിപ്പിച്ചു കൊടുത്തു. ദേഹേന്ദ്രിയാദികളൊക്കെ ദൃശ്യങ്ങളാണ്, ദ്രഷ്ടാവാണ് ഞാൻ. അത് ശ്രദ്ധിക്കണം. ഇതാണ് നമ്മുടെ തത്വങ്ങൾ അറിയാണ് വേണ്ടത്. ഭാഗവത്തിൽ കുറച്ച് മുന്നേ പറയുന്നുണ്ട്, ജീവസ്യ തത്വജിജ്ഞാസ. ഈ തത്വം അറിയലാണ് നമുക്കുള്ള ദാഹം. എപ്പോഴും തൃപ്തനല്ല തോന്നുന്നുണ്ടല്ലോ. അതിൻ്റെ കാരണം ഈ തത്വം അറിയായിയാണ്. ജീവൻ എപ്പോഴും തത്വം അറിയാനുള്ള ആഗ്രഹമാണ്. അതറിയന്നെ വേണം. അതറിഞ്ഞാൽ മാത്രമേ ശാന്തി ലഭിക്കുള്ളൂ. ആചാര്യസ്വാമികൾ എടുത്തെടുത്ത് പറയും, ന ആത്മജ്ഞാനാദന്യത്ര ആത്യന്തികി നിശ്രേയസപ്രാപ്തി. ആത്മജ്ഞാനം കൊണ്ടല്ലാണ്ട് വേറൊന്നിനെ കൊണ്ടും മുക്തി, സമാധാനം, ദുഃഖനിവൃത്തി, ശാന്തി ഉണ്ടാവില്ല. ജ്ഞാനാദേവതു കൈവല്യം. ജ്ഞാനം കൊണ്ട് മാത്രമേ കൈവല്യം തരാവുള്ളൂ. അത് ബോധിപ്പിക്കുകയാണ്. ഇത് ബോധ്യമാവണമെങ്കിൽ എന്ത് വേണം? അതാണ് പിന്നെ പറയണത്. ലൗകികമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് വിരക്തി വരണം. ലൗകിക വിഷയങ്ങളിൽ മുഴുകാതിരിക്കണം. സർവസംഘ പരിത്യാഗം ചെയ്യണം. അപ്പോഴാണെന്ത്? ഇത് ബോധ്യമുള്ളൂ. അതിനെന്താ വേണ്ടത്? അതിനാണ് ധ്യാനയോഗം. പിന്നെ അവിടെ ധ്യാനയോഗത്തെ പറ്റിയാണ് ഭാഗവത്തിൽ പറയണത്. ധ്യാനയോഗം അതിൻ്റെ പൂർവാംഗമായിട്ട് കുറച്ച് പറഞ്ഞു. സ്വധർമാചരണം ശക്തിയ. ഒരാൾ തൻ്റെ ധർമ്മം ഭംഗിയിൽ അനുഷ്ഠിക്കണം. ചിലപ്പോൾ ഗൃഹസ്ഥനാണെങ്കിൽ ഗൃഹസ്ഥധർമ്മം, സന്യാസിയാണെങ്കിൽ സന്യാസധർമ്മം, ഭർത്താവാണെങ്കിൽ ഭർത്തൃധർമ്മം. അയാൾ തന്നെ ചിലപ്പം പിതാവായിരിക്കും, അപ്പം പുത്രനോട് പിതൃധർമ്മം. അധ്യാപകനായിരിക്കും, എന്നാൽ സ്കൂളിൽ പോയാൽ അധ്യാപകധർമ്മം. അത് വൃത്തിയിൽ അനുഷ്ഠിക്കുക. യാദൃശ്ചികമായിട്ട് കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കുക. പിന്നെയോ ആവശ്യത്തിന് മാത്രം കഴിക്കുക. എപ്പോഴും ഏകാന്തത്തിൽ പോയിരിക്കുക ഇടയ്ക്കൊക്കെ. എന്നിട്ടോ ചിന്തിക്കുക, ലോകത്തിൻ്റെ തത്വത്തെക്കുറിച്ച് ചിന്തിക്കുക. മൗനമായിട്ടിരിക്കുക. എത്ര സമാധാന. ഏറ്റവും കൂടുതൽ ശത്രുക്കൾ ഉണ്ടാക്കണമെന്ന് ആവോണ്ട. മിണ്ടാണ്ടിരുന്നാൽ എത്ര സൗകര്യ.
ഉണ്ടാതിരിക്കുക, ഇന്നെന്തൊക്കെ അപകടം ചെയ്തു എന്നൊക്കെ ആലോചിക്കുക, ഇനി അത് ചെയ്യാണ്ടിരിക്കും തീരുമാനിക്കുക. ഇതൊക്കെ ഇടയ്ക്ക് വേണ്ടതാ. ആത്മവിമർശനം, തന്നെ വിമർശിക്കുക. അഹിംസ, ഒന്നിനും ദ്രോഹിക്കാണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ അഹിംസ പറഞ്ഞാൽ ഹിംസയുടെ അഭാവമല്ല പറയും ആചാര്യൻ. പിന്നെയോ സ്നേഹത്തിൻ്റെ പ്രഭാവമാണ് അഹിംസ എന്ന്. എല്ലാവരെയും സ്നേഹിക്കുക, അതാ വേണ്ടത്. അതാണ് അഹിംസ. പിന്നെയോ സത്യം പറയണം. സത്യം വദ, വേദം പറയും. സത്യം പറയണമെന്ന് പറഞ്ഞാൽ ചിലർ ഉള്ള ഏടാകൂടൊക്കെ ഒപ്പിക്കും, എന്നിട്ട് പറയും സത്യമല്ലേ പറഞ്ഞുള്ളൂ എന്നാ പറയുക. അതല്ല, അങ്ങനെ ചെയ്യരുത്. സത്യം എന്ന് പറഞ്ഞാൽ സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യമപ്രിയം. സത്യമായിരിക്കുന്നത് പറയാം, പക്ഷെ പ്രിയമായിട്ടുള്ളതേ പറയാവൂ. ലോകത്തിന് ഉപകാരമായിരിക്കുന്ന സത്യമേ പറയാവൂ. എല്ലാ സത്യവും വിളിച്ച് പറഞ്ഞോളണമെന്നില്ല, അത് സാധിക്കൂല. ലോകത്തുള്ള സത്യമൊക്കെ വിളിച്ച് പറയാൻ പറ്റുമോ? ഇല്ല. സത്യം പറയുമ്പോൾ ആലോചിക്കണം, ഇതുകൊണ്ട് ലോകർക്ക് ഉപദ്രവമാണോ ഉപകാരമാണോ? വല്ല നേട്ടവും ഉണ്ടാവുമെങ്കിൽ അത് പറയാം. അതല്ല വിഷമാണ് ഉണ്ടാവുക വെച്ചാൽ അത് പറയണ്ട. ഒരാളെ കാണാൻ വലിയ ഭംഗിയില്ല, അയാളടുത്ത് ഇങ്ങനെ പോയി പറയണോ തന്നെ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല കേട്ടോ. 8 മണിക്ക് പറഞ്ഞു, 8:30 വീണ്ടും വന്നു, തന്നെ കാണാനേ വലിയ ഭംഗിയൊന്നുമില്ല. എന്തിനാപ്പം അത് പറയണു? അതുകൊണ്ടൊരു നേട്ടവുമില്ല. അയാളെ ദേഷ്യപ്പെടുത്തുക, അയാളെ സങ്കടപ്പെടുത്തുക എന്നല്ലാതെ വേറെ കാര്യമില്ല. അങ്ങനെയുള്ള സത്യം പറഞ്ഞോളണമെന്നില്ല. പിന്നെ സ്വാധ്യായ എന്നും ശാസ്ത്ര പഠനം വേണം. ഋഷീശ്വരന്മാർ നമുക്കായിട്ട് എഴുതി വെച്ച അനവധി ഗ്രന്ഥങ്ങളുണ്ട്. അതൊക്കെ പഠിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അത് ചെയ്യണം. ലേശെങ്കിലും സ്വാധ്യായാൻ മാ പ്രമദ, വേദം പറയും. സ്വാധ്യായാത് പ്രമദിതവ്യം, പഠിച്ചുകൊള്ളണം എന്നാണ്. അതിൽ നിന്ന് പ്രമാദം ചെയ്യരുതേ. ദിവസവും എന്തെങ്കിലുമൊക്കെ പഠിക്കണേ. പിന്നെ അസ്തേയം, മോഷണം പാടില്ല. തനിക്ക് അർഹതപ്പെട്ടത് മാത്രമേ എടുക്കുള്ളൂ. ഒരു 10 രൂപ നിലത്ത് വീണ് കിടക്കുന്നുണ്ട്, നമ്മൾ വിചാരിക്കും എന്തിനാ വെറുതെ വെയിലും മഴയും കൊണ്ടിട്ട് എടുത്ത് കീശയിലിടാ. പാടില്ല. കാരണം എൻ്റെ കീശയിൽ നിന്ന് വീണതല്ല, അതുകൊണ്ട് എനിക്കിതെടുത്ത് കീശയിൽ വെക്കാനുള്ള അധികാരം ഇല്ല. അതാണ് അസ്തേയം. എന്നിട്ട് പ്രാണജയശനൈഹി, അതാണ് ധ്യാനം എന്ന് പറഞ്ഞാൽ. ആദ്യം യമം, പിന്നെ നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, ഇങ്ങനെ അഷ്ടാംഗയോഗം. അതിലെ മനസ്സിനടക്കണമെങ്കിൽ ചിത്തവൃത്തി നിരോധ യോഗ. പതഞ്ജലി പറയും ചിത്തവൃത്തിയെ നിരോധിക്കലാണ് യോഗം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ മനസ്സിനെ നിയന്ത്രിക്കുക പറഞ്ഞാൽ നമുക്ക് മനസ്സെവിടെയും അറിയില്ല, പക്ഷെ നമുക്ക് പ്രാണൻ എവിടെയാണെന്നറിയാം. ഈ പ്രാണനും മനസ്സും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രാണനെ പിടിച്ചാൽ മനസ്സിനെ പിടിക്കാൻ പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യണം? പ്രാണനെ അടക്കുക. അതിനായിട്ട് ആദ്യം ശരീരത്തെ അടക്കുക. സ്വസ്ഥമായിട്ടുള്ള ശരീരത്തിലെ സ്വസ്ഥമായിട്ടുള്ള മനസ്സുണ്ടാവുള്ളൂ. സ്വസ്ഥേ ശരീരേ സ്വസ്ഥം മന എന്ന് പറയും. അതുകൊണ്ട് ആദ്യം യമനിയമങ്ങൾ അഭ്യസിച്ച് ഒരു ഭാഗത്ത് ഇരിക്കുക. അതിനെയാണ് ആസനം എന്ന് പറയുക. സ്ഥിരം സുഖം ച ആസനം. സ്ഥിരമായിട്ടും സുഖമായിട്ടും കുറച്ചധികം നേരം ഇരിക്കാൻ സാധിക്കപ്പെടാച്ചാൽ അങ്ങനെ ഇരിക്കുക, അതാണ് ആസനം. അതിനുശേഷം ഇന്ദ്രിയങ്ങളൊക്കെ ഒഴിക്കുക. എന്നിട്ട് ധാരണ, ധ്യാനം. ഏതെങ്കിലും ഒരു രൂപം വിചാരിക്കാം. ഇവിടെ വൈഷ്ണവ പുരാണമായതുകൊണ്ട് കൃഷ്ണൻ്റെ സ്വരൂപമാണ് ധ്യാനിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ രൂപവുമില്ല നാമവുമില്ല, അതൊക്കെ സത്യം തന്നെയാണ്. എന്നാലും രൂപത്തോടും നാമത്തോടും കൂടിയത് നമ്മളൊക്കെ. ഗുണങ്ങളോട് കൂടിയതാണ് മനസ്സ്. മനസ്സിന് ധ്യാനിക്കണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് വേണം. നമ്മൾ ഈ മാത്സിലൊക്കെ കണക്കിലൊക്കെ പ്രോബ്ലം ചെയ്യുമ്പം ഉത്തരം കിട്ടില്ല ആദ്യം. അപ്പം പറയും ഉത്തരം എക്സ് എന്നിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പ്രോബ്ലം ചെയ്യുക. അവസാനം ഉത്തരം കിട്ടണ വരെ ഉത്തരം എക്സ് ആണ്. ആ എക്സ് ആയിട്ടൊന്ന് വേണ്ടേ? അതുപോലെയാണ് രൂപം. അതുപോലെ നമ്മളൊരു രൂപം ധ്യാനിക്കുന്നു. അത് കേശാദിപാദമായിട്ടോ പാദാദികേശമായിട്ടോ ഒക്കെ ധ്യാനിക്കാം. ധ്യാന സമ്പ്രദായം അവിടെ നിന്ന് വിസ്തരിച്ചു. ധ്യായേ ചിരം ഭഗവതശ്ചരണാരവിന്ദം. നീലമേഘശ്യാമളനായി ശംഖചക്ര ഗദാധാരിയായി തൂമന്തഹാസം പൊഴിച്ചും കൊണ്ടുള്ള ഭഗവാന്റെ രൂപം. അതങ്ങനെ അവയവങ്ങളായിട്ട് അങ്ങനെ ധ്യാനിച്ചു പോരാ. ഇനിയിപ്പോൾ ഇതൊന്നും ധ്യാനിക്കാൻ പറ്റിയില്ലെങ്കിലോ കണ്ണടച്ചു കഴിഞ്ഞാൽ കണ്ണ് തുറന്നിരുന്നപ്പം എന്താ കണ്ടത് വെച്ചാൽ അത് തന്നെയാണ് കാണുന്നത്. എന്നാൽ അത് ഭഗവാന്റെ രൂപമായിട്ട് അങ്ങോട്ട് ധ്യാനിക്കുക. അങ്ങനെ സ്ഥൂലമായിട്ടും സൂക്ഷ്മമായിട്ടൊക്കെ. ഉദാഹരണം പറഞ്ഞാൽ കണ്ണടച്ചപ്പം ആകാശമാണ് കാണുന്നത് ആയിക്കോട്ടെ, ആകാശം ഭഗവാന്റെ ശിരസ്സായിട്ട് കൽപ്പിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ മേഘങ്ങൾ കാണുന്നുണ്ട്, മേഘം എന്തായിരിക്കും? ഭഗവാന്റെ മുടിയായിക്കോട്ടെ. പർവ്വതങ്ങൾ കാണുന്നു, പർവ്വതം ഭഗവാന്റെ എല്ലായിക്കോട്ടെ. നദികൾ കാണുന്നുണ്ട്, നദികൾ ഭഗവാന്റെ ഞരമ്പായിക്കോട്ടെ. വൃക്ഷങ്ങൾ കാണുന്നുണ്ട്, ഭഗവാന്റെ രോമായിക്കോട്ടെ. ഇതുപോലെ ധ്യാനിക്കാൻ പഠിക്കണം. ലോകം മുഴുവൻ ഭഗവാനായിട്ട് കണക്കാക്കുക. അങ്ങനെ ധ്യാനിച്ചു കഴിഞ്ഞാലോ ധാരണ, ധ്യാനം,
പിന്നെ ഈ ധ്യാനിക്കണ ഞാൻ, ധ്യാനിക്കപ്പെടുന്ന ഈശ്വരൻ, ധ്യാനമെന്ന അവസ്ഥ മൂന്നുമില്ല. ശാസ്ത്രീയ ഭാഷയിൽ ത്രിപുടി നശിച്ചു എന്നൊക്കെ പറയും. ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ തത്ര ക മോഹ ക ശോക ഏകത്വം അനുപശ്യതി. അവിടെ ഏകത്വം, ഏകത മാത്രമേ ഉള്ളൂ. സർവം ഖലു ഇദം ബ്രഹ്മ. ആ അവസ്ഥയിലിരിക്കുന്ന ആൾക്ക് തൻ്റെ ഈ ശരീരം വീണു പോണത് അറിയില്ല എന്നാണ്. ഏതുപോലെയാണ്? വാസോയഥാ പരികൃതം മതിരാമതാന്ത. നല്ല കുടിച്ച് നടക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ഉടുതുണി അഴിഞ്ഞു പോണത് അറിയില്ല. ഇതുപോലെ നമ്മുടെ വസ്ത്രമായിരിക്കുന്ന ഈ ശരീരം എന്ന് പറഞ്ഞ അർത്ഥം തന്നെ ശീര്യതേ, നശിക്കണത് എന്ന അർത്ഥം. അതങ്ങോട്ട് നശിച്ചു പോണത് നമ്മൾ അറിയില്ല. അതല്ലേ വേണ്ടത്? നമ്മുടെയൊക്കെ പ്രാർത്ഥന അതല്ലേ? അവസാനം അനായാസേന മരണം, സുഖമായിട്ട് മരിക്കാൻ തരാവണേ. അതാണ് ഈ ഭാഗവതം. എങ്ങനെ സുഖമായിട്ട് മരിക്കുക ഇത് കാണിക്കുക. പരീക്ഷത്ത് മരിക്കാണ്ടിരിക്കുന്നുണ്ടോ? ചിലർ ചോദിക്കാറുണ്ട്, ഇത്രയൊക്കെ കേട്ടിട്ട് 7 ദിവസം കേട്ടിട്ട് അദ്ദേഹം മരിച്ചില്ലേ? പാമ്പ് കൊത്താണ്ടിരിക്കൊന്നുമില്ല, ആരായാലും മരിക്കും. പരീക്ഷത്തിൻ്റെ ഭാഗ്യം എന്താ വെച്ചാൽ പരീക്ഷത്തിന് 7 ദിവസം ഉണ്ട്. നമുക്കോ? അതാ രസം. പരീക്ഷത്തിന് 7 ദിവസം ഉണ്ടല്ലോ, അതിൻ്റെ മുന്നേ മരിക്കുമോ? ഇല്ല. നമുക്കോ ഉറപ്പിച്ച് പറയാൻ പറ്റുമോ എനിക്ക് 7 ദിവസം ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? ശരിക്കും പരീക്ഷത്തിനേക്കാൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് ആരാ? നമ്മളാ. അതാ രസം, നമ്മളാ കേൾക്കേണ്ടത്. ഇവിടെ തൻ്റെ ശരീരം വീണ് പോണത് അറിയില്ല. പരീക്ഷത്തിൻ്റെ ചോദ്യം ഇത് തന്നെയാണ്. മ്രിയമാണസ്യ സർവദാ ഇഹ യത് കാര്യം. എല്ലാ പ്രകാരത്തിലും മരിച്ചുകൊണ്ടിരിക്കുന്ന പുരുഷൻ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? മരിച്ചുകൊണ്ടിരിക്കുന്ന പുരുഷൻ. നമ്മൾ പറയാറ് വി ആർ ലിവിങ് എന്നാ പറയാറ്. ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഡിത്ത, വി ആർ ഡൈയിങ്. നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുക. ഓട്ടക്കലത്തിലെ വെള്ളം പോലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ലോകത്തിലെ 2 കൂട്ടരേ ഉള്ളൂ. ഒന്ന് മരിച്ച കൂട്ടർ, പിന്നെ മരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടവർ. അല്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ പറയാണ്. അങ്ങനെയുള്ള ഈ ധ്യാനം അഭ്യസിച്ചു കഴിഞ്ഞാൽ വാസോയഥാ പരികൃതം മതിരാമതാന്ത. അങ്ങനെ ഈ ശരീരത്തെ ത്യജിക്കാൻ സാധിക്കും. ഇതല്ലേ വേണ്ടത്? അങ്ങനെ തിരിച്ച് എത്രയോ യോഗീശ്വരന്മാർ ഇവിടെ ഉണ്ട്. രാമകൃഷ്ണ പരമഹംസരൊക്കെ, രമണ മഹർഷി, എത്ര പേര് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് പറയാ, എനിക്ക് ബോധം കെടുത്താനുള്ള മരുന്നൊന്നും വേണ്ട, കീറിക്കോളൂ, മുറിച്ചോളൂ, ഒരു പ്രശ്നവുമില്ല, ഞാൻ ശരീരമല്ല എന്ന് ബോധ്യമുണ്ട്. നമ്മളെ വസ്ത്രം അഴിക്കുമ്പം നമുക്ക് പ്രയാസമുണ്ടോ? ഈ വേഷ്ടി വേണം, ആയിക്കോട്ടെ, അത്രയേ ഉള്ളൂ. ഇതുപോലെ അവർക്ക് മനസ്സ്. അങ്ങനെ സാധിച്ചവരുണ്ട്. ശ്രീനാരായണ ഗുരുദേവനൊക്കെ അന്ത്യസമയത്ത് ഒപ്പമുള്ള ശിഷ്യന്മാരോട് പറയുക, നിങ്ങൾ ആ ദൈവദശകം ഒന്ന് ചെല്ലൂ. അവർ ചൊല്ലി, ഒന്നൊന്നാ എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ. അങ്ങനെ തുടർന്ന് അവസാനം ആഴമേറും നിന്മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം സുഖം. അപ്പം പറഞ്ഞു, ഒന്നും കൂടി ചെല്ലു ആ വരി. ഒന്നുകൂടി ചൊല്ലി അദ്ദേഹം കണ്ണങ്ങട്ടടച്ചു. ഇങ്ങനെ സമാധിയായത്. അടുത്ത കാലത്ത് ഇങ്ങനെയുള്ള സജ്ജനങ്ങൾ ധാരാളമായിട്ടുണ്ട്. പിന്നെ നമുക്കെന്താ സാധിക്കായ? ശ്രമിക്കണം, ഇത്രയേ ഉള്ളൂ. അവിടെ വെച്ച് ആ ധ്യാനയോഗം ഒന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം കർമ്മയോഗത്തെപ്പറ്റി പറയാണ്. കർമ്മയോഗത്തെപ്പറ്റി പ്രത്യേകിച്ചൊന്നുമില്ല, സമയം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കി അങ്ങോട്ട് പറയാം. എന്താ വെച്ചാൽ ഭാഗവതത്തിന് അനവധി ഉദാഹരണങ്ങളുണ്ട്. പൃഥ്വിരാജാവിൻ്റെ കഥ, നല്ല കർമ്മയോഗിയാണ്. ശ്രീരാമൻ്റെ കഥ, ധർമ്മിഷ്ഠനായിട്ട് ജീവിക്കുക, സ്വധർമ്മം ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക, ഫലേച്ഛ കൂടാതെ. സ്വകർമ്മണാതമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവാഹ. തൻ്റെ കർമ്മം ഏത് കർമ്മമാണെങ്കിലും, മഹാഭാരതത്തിലൊക്കെ പറയണത് ധർമ്മവ്യാധൻ്റെ കഥ കാണാം. ഇറച്ചി വെട്ടുകയാണെങ്കിൽ പോലും, ഇനി കക്കലാണെങ്കിലും ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക. എന്നാലോ എന്നാ നേരിയായി, അത്രയേ ഉള്ളൂ. അത് ചോദിച്ച് കക്കണം എന്നല്ലേ അദ്ദേഹം പറയണ്ട, കട്ടോളാൻ അത് പറയരുത്. തൻ്റെ ചെയ്യുന്ന കർമ്മങ്ങൾ ഈശ്വരാർപ്പണമായിട്ട് ഫലേച്ഛ കൂടാതെ ചെയ്യുക, സകാമമല്ലാതെ, ആഗ്രഹങ്ങളോട് കൂടി അല്ലാതെ. ഒരു താങ്ക്സ് പോലും പ്രതീക്ഷിക്കരുത്. ഇതാണ് നമ്മളെ കുഴപ്പതാ. എന്നെ കൊടുക്കുമ്പം ഒന്ന് ചിരിച്ചാൽ നന്നായിരുന്നു, അല്ലെ ഒരു താങ്ക്സ് പറഞ്ഞാൽ നന്നായിരുന്നു, പ്രതീക്ഷിക്കരുത്. അങ്ങനെയൊന്നും പറയില്ല. അങ്ങനെ ചെയ്യണം കർമ്മം. എന്നാൽ അത് കർമ്മമായി, കർമ്മയോഗമായി. അത്രയേ ഉള്ളൂ. സകാമമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ബന്ധനത്തിന് കാരണമാവും. അതിൽ മനസ്സ് വയ്ക്കും, അത് വീണ്ടും വീണ്ടും ചെയ്യും, വാസനയായിട്ട് മാറും, അത് വീണ്ടും ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും. പിന്നെ അത് ജനനത്തിന് കാരണമാവും. പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം. അങ്ങനെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കും. അതൊന്ന് ഒഴിവാവണമെങ്കിൽ കർമ്മയോഗം, ആസക്തി കൂടാതെ കർമ്മം ചെയ്യുക. അതൊക്കെ ചതുശ്ലോകി ഭാഗവത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. സംഘമില്ലാണ്ട് ചെയ്യുക.
അത്രേ വേണ്ടൂ. രാമകൃഷ്ണ പരമഹംസർ പ്രസിദ്ധമായിട്ട് ഒരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് നമുക്ക് സമർപ്പിക്കാം. ആചാര്യം പറയണത് എന്താ വെച്ചാൽ, കർമ്മം ചെയ്യുമ്പം നിസ്സംഗമാകുന്ന എണ്ണ പുരട്ടിയും കൊണ്ട് ചെയ്താൽ മതി. ചക്ക മുറിക്കുന്ന സമയത്ത് ചക്കയിൽ വിളഞ്ഞിണ്ടാവും, ഒരു പശ ഉണ്ടല്ലോ, ഇത് കയ്യിലാവാണ്ടിരിക്കണം വെച്ചാൽ എന്ത് ചെയ്താൽ മതി? ലേശം കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടുക, ലേശം ചുണ്ടലും പുരട്ടാം. ഇനി മുറിക്കണ്ടേ കൊടുവാളിലും ലേശം എന്നിട്ടോ അങ്ങോട്ട് മുറിക്കുക, സ്വസ്ഥമായിട്ടൊരു ഭാഗത്തിരുന്ന് ചക്കച്ചുള കഴിക്കുക. നേരെ മറിച്ച് ഇതൊന്നും ഇല്ലാണ്ട് വെട്ടാൻ പുറപ്പെട്ടാലോ ആകെ ബുദ്ധിമുട്ടായി അവിടെയും വടിയും പശിയായി അവസാനം ഇത് വലിച്ചെറിയും, കഴിക്കൂല്ല. അതുകൊണ്ട് കർമ്മം ഭംഗി അനുഷ്ഠിക്കണമെങ്കിൽ നിസ്സംഗതയോടുകൂടി കർമ്മം ചെയ്യുക, നിസ്സംഗഭാവത്തിൽ ചെയ്യുക, എല്ലാം ഈശ്വരനെ സമർപ്പിച്ചും കൊണ്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴോ ഒന്നും പേടിക്കാനില്ല. ഇതൊക്കെ ഭഗവാൻ ചെയ്യുന്നു, ഭഗവാൻ ചെയ്യിപ്പിക്കുന്നു എന്നുള്ള ഭാവത്തോടു കൂടിയാവുമ്പോഴോ നമുക്ക് അധ്വാനമില്ല. അതുപോലെ കർമ്മം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് തൽക്കാലം എന്താ ഇതുവരെ പറഞ്ഞതും വായിച്ചതുമായിട്ടുള്ള ഭാഗങ്ങൾ ഭഗവാനെ സമർപ്പിച്ചും കൊണ്ട് സജ്ജനങ്ങളെ സമർപ്പിച്ചും കൊണ്ട് നിർത്തുകയാണ്. കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.